ബഹുമാനപ്പെട്ട അതിഥികളെ, പരിചയസമ്പന്നരായ പാനലിസ്റ്റുകളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ പാനൽ ഡിസ്കഷന്റെ 2ാം ദിവസമായ ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം ലിസണിംഗ് മാറ്റേഴ്സ് എ സൈക്കോളജിക്കൽ ആൻഡ് പാരന്റൽ അപ്രോച്ച് എന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ കേൾവിക്കു വലിയ പ്രാധാന്യമുണ്ട്. അത്യാവശ്യം പറയാതെ മനസ്സ് നീട്ടി കേൾക്കുന്നവരാകുമ്പോൾ ബന്ധങ്ങൾ കൂടുതൽ മനോഹരമാകുന്നു. മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ബന്ധത്തിൽ ശ്രദ്ധയോടെ കേൾക്കൽ നിർണായകമാണ്. ഇതിനൊരു മനോവിജ്ഞാനപരമായ എടുത്താൽ മാത്രമേ നമുക്ക് ഫലപ്രദമായ ഒരു ബന്ധം നിലനിർത്താൻ കഴിയൂ. അടുത്തതായി ഞാൻ നമ്മുടെ പാനലിസ്റ്റുകളെ പരിചയപ്പെടുത്തുന്നു. ഷൈമ എസ് സാജി, MA ക്ലിനിക്കൽ സൈക്കോളജി, സൈക്കോളജിസ്റ്റ്, ORC, DCPU ആലപ്പുഴ. ഡോക്ടർ ആക്ടി ജോർജ്, പാരന്റ്. ഇസ ഫാത്തിമ PM, സ്റ്റുഡന്റ് ഓഫ് ഗ്രീറ്റ്സ് പബ്ലിക് സ്കൂൾ. ഇന്നത്തെ സമൂഹത്തിൽ കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെ? അവരുടെ കാര്യങ്ങളിൽ മാതാപിതാക്കൾ, അധ്യാപകർ എന്നിവർ എത്രത്തോളം സപ്പോർട്ടീവ് ആണ് എന്നീ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ ഞാൻ ഇസ ഫാത്തിമയെ ക്ഷണിക്കുന്നു. ഇസ. Good evening. So, question, first of all, very vague. Kore problems ippathe society le children's face cheyanunde. And to start with, mental health ഭയങ്കര ഒരു വലിയ ഫാക്ടറാണ്. ഇപ്പത്തെ ചിൽഡ്രൻസും അവരുടെ പാരന്റ്സും തമ്മിലൊരു ഇസയ്ക്ക് അലോട്ട് ചെയ്തേക്കുന്ന ടൈം 10 മിനിറ്റ് ആണ്. അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഓക്കെ. സോ ഇപ്പത്തെ ചിൽഡ്രനും എൻ്റെ പാരന്റ്സും തമ്മിൽ വലിയൊരു ജനറേഷണൽ ഗ്യാപ്പ് ഉണ്ട്. ദാറ്റ്സ് പ്രോബ്ലി ബിക്കോസ് ഓഫ് സോഷ്യൽ മീഡിയ. ആൻഡ് ഈ സോഷ്യൽ മീഡിയ എഫക്റ്റ് ചെയ്യുമ്പോൾ സോഷ്യൽ മീഡിയ കൻ കോസ് ലോട്ട് ഓഫ് മെന്റൽ ഡിസോർഡേഴ്സ് ടു ചിൽഡ്രൻ. ഈ സോഷ്യൽ മീഡിയ കൊണ്ടുവരുന്ന കുറേ അൺഅച്ചീവബിൾ സ്റ്റാൻഡേർഡ്സ്, വെസ്റ്റേണൈസ് സ്റ്റാൻഡേർഡ്സ്, അതൊക്കെ കുറേ ചിൽഡ്രൻസിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ മെന്റൽ ഹെൽത്ത് ചിൽഡ്രൻസും പാരൻസും തമ്മിൽ അത്രയും ടോക്ക്ഡ് അബൌട്ട് അല്ല. ആൻഡ് ബിക്കോസ് ഇത്രയും ഒരു ജനറേഷണൽ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് ഇപ്പം ഞാൻ എൻ്റെ ഉമ്മാനോട് എൻ്റെ മെന്റൽ ട്രോമയെ കുറിച്ച്, അല്ല എനിക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടോ, ഐ ഹാവ് ഡിപ്രഷൻ എന്ന് ഞാൻ പറയുമെങ്കിൽ I don't think my mom would understand because of the generational gap, because അവരുടെ സൊസൈറ്റിയിൽ it wasn't much talked upon. പിന്നുള്ളത് is അവരുടെ ഡിസിഷൻ സപ്പോർട്ട് ചെയ്യുന്നതിന് ഉള്ളൊരു പ്രശ്നം. ബിക്കോസ് എൻ്റെ ഫാമിലിയിൽ പേഴ്സണലി എനിക്ക് അങ്ങനെ ഇല്ല. ഞാൻ ഹ്യൂമാനിറ്റീസ് ആണ് എടുത്തത് ആൻഡ് എൻ്റെ പാരൻസ് സപ്പോർട്ടീവ് ആയിരുന്നു. ബട്ട് എൻ്റെ ഫ്രണ്ട് ഗ്രൂപ്പിലുള്ള കുറേ പേര് സയൻസ് എടുത്തിട്ടുണ്ട്, whereas they wanted to take humanities but they couldn't because of their parents. So അവരുടെ പാരൻസ് കൊടുക്കുന്ന കുറേ പ്രഷർ കാരണം അവർക്ക് അവരുടെ ഡിസിഷൻസ് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. ആൻഡ് ഈ പ്രഷർ is because of ഇപ്പോഴത്തെ സൊസൈറ്റി. Because I think society has evolved, but there are some aspects of society which still has to evolve. And ഈ സൊസൈറ്റി അവർക്ക് കുറേ let's say stereotypical answers in the questions. And let's say doctors, engineers, that's what most of the parents would prefer, at least from what I see. In the friend group, they took science because their parents want them to be doctors or engineers. But whereas they wanted to follow history or political, which was their passion, but they couldn't because of the stereotypical society. Second, I think these both are the main problems which students has to face. But social media is also a very big factor, because social media can be used upon in very different ways. Binary vague sambhavana social media nu parnale. So if you could use it in a good way, then it would be very much helpful in achieving knowledge, because എനിക്കിപ്പോ കിട്ടുന്ന കുറേ ന്യൂസസ് are from social media because I follow social media. But at the same time, social media handled in a very bad manner is also dangerous to children's mind, because as teenagers our minds are very easily influenced by social media. I use social media. I stopped for some time because social media was affecting my mental health. It set like so many unachievable or impossible standards. Okay, this is all because of westernization or because of western aspects included in social media. So njan stories eduthu nokkuvairunnu and I would see friends enjoying,
and I would think, okay, why am I not enjoying like this? I'm not living my life. Whereas I should actually think that I have a long life to live and I could enjoy this in the near future. But I can't really, manifest that upper. So social media affected my mental health, and I know people who can't stop using social media because they're addicted to it, and they still sit in their rooms and think about why their life is not like this, whereas it's perfectly normal for their life to go on just the way it is. Yeah, I think these three. Okay, and exam pressures, uh, that's also a big factor. But personally, my school, they don't give me atrem exam pressures, but there are pressures faced. വേറൊന്നും ഇപ്പോഴത്തെ ചിൽഡ്രൻസ് ഫേസ് ചെയ്യാറില്ല, but these are very important factors where it needs to be changed upon. താങ്ക് യു ഈസ. അപ്പൊ ഈസ പറഞ്ഞത് ഇൻഫ്ലുവൻസ് ഓഫ് സോഷ്യൽ മീഡിയ, ജനറേഷൻ ഗ്യാപ്പ്, എക്സാം പ്രഷർ. ഇപ്പൊ ഈസയ്ക്കൊന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല, പക്ഷെ അത് ഫേസ് ചെയ്യുന്ന കുട്ടികളുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഈസ നമ്മളായിട്ട് ഷെയർ ചെയ്തത്. Yes. അടുത്തതായിട്ട് ഓൾഡ് ജനറേഷൻ പാരന്റിങ് ആൻഡ് ന്യൂ ജനറേഷൻ പാരന്റിങ്ങും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് സംസാരിക്കുവാനും, ഇപ്പൊ ഏതെങ്കിലും ഒരു കുട്ടി എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് പാരന്റിങ് ശരിയാകത്തോണ്ടാണെന്നും പറഞ്ഞ് പാരന്റ്സിനെ കുറ്റം പറയുന്നത് ശരിയാണോ എന്നീ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാനായി ഞാൻ ഡോക്ടർ ആക്ടി സാറിനെ ക്ഷണിക്കുന്നു. സാറിന് അലോട്ട് ചെയ്തേക്കുന്ന സമയം 15 minutes ആണ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ച പല കാര്യങ്ങളും ഇസ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. എന്താണ് നമ്മുടെ ഇന്നത്തെ പിള്ളേര് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്നുള്ളത് ഇസ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞു. എനിക്ക് പറയാനുള്ളത് കുറച്ച് കാര്യങ്ങളാണ്. അതായത് ഇപ്പം ഇസ പറഞ്ഞല്ലോ ഒരു കാര്യം എന്ന് പറയുന്നത് ജനറേഷണൽ ഗ്യാപ്പാണ്. ഡെഫിനറ്റ്ലി നമ്മൾ ഇപ്പൊ ജീവിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഇപ്പം എനിക്ക് തോന്നുന്നു ഇസയൊക്കെ മില്ലേനിയൽസ് കഴിഞ്ഞിട്ട് ജെൻസി ആയിട്ടുള്ള ഒരു ബാച്ചാണ്. അവരെ സംബന്ധിച്ച് എല്ലാം അവരുടെ വിരൽത്തുമ്പിൽ തന്നെയുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനു മുമ്പുള്ള മില്ലേനിയൽസ് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ഇന്റർനെറ്റ് എന്ന് പറയുന്നത് വളരെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അങ്ങനെ ജനറേഷണൽ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ പണ്ട് നമ്മൾ പറയുന്ന ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് പണ്ട് നമ്മൾ പറഞ്ഞിരുന്ന ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു ആഴ്ച എന്നുള്ളതാണ്. ഒരാഴ്ച എന്നുള്ളതാണ് ജനറേഷൻ ഗ്യാപ്പ് എന്നുള്ളത്. ഇപ്പൊ നമ്മൾ പറയുന്നത് ഒരു 5 കൊല്ലമോ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് പലപ്പോഴും നമുക്ക് നമ്മുടെ പാരൻസിന് പലപ്പോഴും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത പിള്ളേരുടെ അവരുടെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യും. സോഷ്യൽ മീഡിയയിൽ വരും. ഞാൻ ഈ അടുത്ത് വായിച്ച ഒരു സംഭവം എന്ന് പറയുന്നത്, പണ്ട് നമ്മൾ യൂസ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്നൊരു ജീവിതം എന്ന് പറയുന്നത് വൈകുന്നേരം 4 മണിക്ക് ശേഷം നമ്മളെല്ലാവരും കളിക്കാൻ പോകുന്നു. അതിനുശേഷം നമ്മൾ ആകെ 1/2 മണിക്കൂർ TV ടൈമാണ്. അതായത് നമ്മൾ പറയുന്നത് നമ്മുടെ മനസ്സിലായില്ലേ, അതിൽ മാത്രമാണ് അത് ഒരു എന്തെങ്കിലും സിനിമയോ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് വന്ന പിക്ചേഴ്സ് എന്നത്. ഇതിനെ സംബന്ധിച്ച് ക്ലിയർ അല്ല സാർ, ഓഡിബിൾ അല്ല സോഷ്യൽ മീഡിയയിലേക്ക് സാറേ, ക്ലിയർ അല്ല. വാട്സാപ്പ് അതേപോലെ ക്ലിയർ അല്ലേ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഇല്ല, ബ്രേക്ക് ആവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ബ്രേക്ക് ആവും.
ഇന്നത്തെ ഇന്നത്തെ നമ്മുടെ ലിവിങ് സ്റ്റാൻഡേർഡിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന, പ്രത്യേകിച്ച് നമ്മുടെ പിള്ളേർ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, ഞാൻ പറയുന്നത്, ഞാൻ ഈ അടുത്ത് വായിച്ചതും എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഞാൻ ഇപ്പൊ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് പ്രത്യേകിച്ച് നമ്മുടെ പിള്ളേര് യൂസ് ചെയ്യുന്ന, പണ്ട് നമുക്ക് സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് ആകെ നമുക്കൊരു അരമണിക്കൂറോ അല്ലെങ്കിൽ മാക്സിമം നമുക്കൊരു ഫിലിമോ ആയിരുന്നു നമ്മുടെ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ഈ ജനറേഷനിലുള്ള നമ്മുടെ പാരന്റ്സ് ഉണ്ടായിരുന്നത്. 2 മണിക്കൂറോ അല്ല ഒരു ഫിലിമിന്റെ ഒരു ഗ്യാപ്പായിരുന്നു നമുക്കുണ്ടായിരുന്നത്. ഇന്നത്തെ കാലയളവിൽ പിള്ളേർക്കുള്ള സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 6 hours 7 hours ആണ്. മനസ്സിലായില്ലേ? അപ്പൊ അതിൻ്റെ അകത്ത് വരുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത്, ഇന്നത്തെ പിള്ളേർ യൂസ് ചെയ്യുന്ന ബ്രെയിൻ എന്ന് പറയുന്നത് ദേ ആർ സ്റ്റോറിങ് ദെയർ ബ്രെയിൻ വിത്ത് ലോട്ട് ഓഫ് പിക്ചർ എന്ന് പറയുന്നത് എന്നും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. പണ്ട് നമ്മള് സ്റ്റോർ ചെയ്തിരുന്ന നമ്മുടെ പിക്ചറൈസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റോർ ചെയ്തിരുന്നത്. ഇന്ന് എന്ന് പറയുന്നത് പിള്ളേര് ഓൾറെഡി കാണുന്നതെല്ലാം പിക്ചറിലാണ്. അതായത് അവർക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ട്, വാട്സപ്പ് ഉണ്ട്, എവറിത്തിങ് ദേ ആർ, അതിൽ റീൽസ് ഉണ്ട്. റീൽസ് എന്ന് പറയുന്നത് 2 minutes വീഡിയോസ് ആണ്. അതേപോലെ നമ്മുടെ വാട്സപ്പിൽ തന്നെ പറയുന്നത് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഒക്കെയാണ് മാക്സിമം പറയുന്നത് സ്ക്രീൻ ടൈം എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ ടോപ്പിക്. ഈ ടോപ്പിക് അവരുടെ ബ്രെയിൻ ഓൾറെഡി സാച്ചുറേറ്റഡ് ആണ്. അപ്പം പലപ്പോഴും നമ്മൾ പറയുന്നത് നമ്മളൊരു എക്സാമിൽ സ്കോർ ചെയ്യുന്നില്ല എന്നൊക്കെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഓൾറെഡി ബ്രെയിൻ സാച്ചുറേറ്റഡ്. എന്താണ് അപ്പൊ അവർ ഏറ്റവും വലിയ വോയിസ് ക്ലിയർ അല്ല, ബ്രേക്ക് ആയിക്കൊണ്ടിരിക്കുക. ബ്രേക്ക് ആവുന്നുണ്ട് അല്ലേ? സഹാനുഭൂതി വളർത്തുന്നത് എങ്ങനെ, കേൾവിയുടെ പ്രാധാന്യം മാനസിക ആരോഗ്യത്തിൽ എന്നീ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാനായി ഞാൻ അടുത്തതായി ഷൈമ മാമിനെ ക്ഷണിക്കുന്നു. ഹലോ എവ്രി വൺ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷൈമ. ഞാൻ ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസ് ആലപ്പുഴയിലെ സൈക്കോളജിസ്റ്റാണ്. ഞാനിപ്പം ചിൽഡ്രൻസിൻ്റെ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇസ ഫാത്തിമ പറഞ്ഞ കുറേ വിഷയങ്ങളും നേരത്തെ സാറ് പറഞ്ഞ കുറേ കാര്യങ്ങൾ നമുക്ക് ഓഡിബിൾ അല്ലെങ്കിലും ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം മെയിനായിട്ടും സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങളൊക്കെയാണ് ഇവരെല്ലാവരും ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരുപാട് ജനറേഷൻ ഡിഫറൻസിനെ കുറിച്ചൊക്കെ ഈസ് സംസാരിച്ചു, പാരൻസും നിങ്ങളും തമ്മിൽ. ഇപ്പം ജനറേഷൻ മില്ലനിയലിനെ കുറിച്ചും ജനറേഷൻ സീനെ കുറിച്ചും ഒക്കെ സാർ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം 1995 ആണ് ഈ ജെൻസി എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മളെല്ലാവരും ഇപ്പം ഞാനും ഒക്കെയും ഈ ജെൻസിയിൽ പെടുന്ന ആൾക്കാരാണ്. സോ നമ്മൾ ഒരു സോഷ്യൽ മീഡിയയുടെ ഒപ്പം തന്നെ അല്ലെങ്കിൽ ഈ ഇൻ്റർനെറ്റിൻ്റെ ഒപ്പം തന്നെ വരുന്ന ആൾക്കാരാണ്. ഇപ്പം കുട്ടികൾ കൂടുതലായിട്ട് ഇപ്പം എൻ്റെ അടുത്ത് കുറേ കേസസ് വരാറുണ്ട്. മിക്കതും ബിഹേവിയറൽ ഇഷ്യൂ ആയിട്ടും അതുപോലെ തന്നെ സ്ക്രീൻ അഡിക്ഷൻ ഒക്കെ ആയിട്ടാണ് മോസ്റ്റ് ഓഫ് ദ കുട്ടികളും വരാറുള്ളത്. അപ്പം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത്, പാരൻസും കുട്ടികളും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഡിഫറൻസ് അല്ലെങ്കിൽ അവരുടെ ജനറേഷനിൽ വരുന്ന കാര്യങ്ങൾ പാരൻസിന് മനസ്സിലാവുന്നില്ല. അപ്പം കൂടുതലും ഈ പറയുന്ന അഡോളസൻസ് പീരീഡിലുള്ള കുട്ടികൾ അവരുടെ ജനറേഷനിലുള്ള ആൾക്കാരുമായിട്ടായിരിക്കും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം ആ ഒരു വൈബ് അങ്ങനെ നമ്മൾ പറയുമല്ലോ. അപ്പം ആ ഒരു രീതിയിലായിരിക്കും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് എന്തൊക്കെയാണ്, അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ ആയിട്ടായിരിക്കും ഈ സോഷ്യൽ മീഡിയ കൂടുതലായിട്ടും അവരെല്ലാം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ക്രീൻ ടൈം ഒക്കെ നമ്മളുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിനൊക്കെ ഭയങ്കരമായിട്ടും നെഗറ്റീവായിട്ടും ബാധിക്കാറുണ്ട്. എന്നാൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസും നോളജും ഒക്കെ നമുക്ക് ഇതുവഴി ഗെയിൻ ചെയ്യാനും സാധിക്കുന്നുണ്ട്. അപ്പം എൻ്റെ അടുത്ത് വരുന്ന കുട്ടികൾ മിക്കതും പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് പാരൻസ് ഭയങ്കര സ്ട്രെസ് കൊടുക്കുന്നുണ്ട്. ഈ അവർ പറയുന്നൊന്നും അവർക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ കൂടുതൽ സമയം ഈ ഫോണൊക്കെ യൂസ് ചെയ്യുന്നത്, ഗെയിമിങ്ങിൽ നിൽക്കുന്നത്.
ഇൻസ്റ്റഗ്രാമിലായാലും ഒക്കെ ഇങ്ങനെ ആൾക്കാരായിട്ട് സംസാരിക്കുന്നത് എന്നൊക്കെയാണ് കുട്ടികൾ കൂടുതലായിട്ട് പറയുന്നത്. അപ്പം ഈ പാരൻസും കുട്ടികളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് അവരുടെ പ്രായത്തിൽ എന്ത് നടക്കുന്നു, അല്ലെങ്കിൽ ഇപ്പം സമൂഹത്തിൽ എന്തൊക്കെയാണ് കുട്ടികളെ ബാധിക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെ പാരൻസ് മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് ഈ പറയുന്ന ലിസണിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ലിസണിങ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ബി ഗുഡ് ലിസണർ എന്ന് പറയുന്ന ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണെന്ന് തോന്നുന്നു. ലൈക്ക് നമ്മൾ ഒരു വ്യക്തിനെ കേൾക്കുകയാണ് ചെയ്യുന്നത്. ഈ കേൾക്കുക എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഇപ്പോൾ ലിസണിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരാളിങ്ങനെ സംസാരിക്കുന്നു, നമ്മൾ കേൾക്കുന്നു. അത് മാത്രമല്ല ലിസണിങ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വ്യക്തികൾ ഇപ്പം നമ്മളിവിടെ ഇരിക്കുന്ന പലർക്കും പല തോട്ട്സ് ആണ്, പല പേഴ്സ്പെക്റ്റീവ് ഉള്ള ആൾക്കാരാണ്. സോ ഈ ലിസണിങ് വഴി നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ കേൾക്കുക എന്ന് പറയുന്നത് അവരുടെ തോട്ട്സിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അതുപോലെ തന്നെ അവരുടെ പേഴ്സ്പെക്റ്റീവിനെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയും കൂടിയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ കുട്ടികളുടെ കേസ് വരുമ്പോഴത്തേക്കും ഇവർ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ച് നമ്മളോടൊക്കെ പറയുകയാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു എന്താ പറയുക, ആ ഒരു നമ്മൾ അവരെ കേൾക്കുന്നത് കൊണ്ട് അവരുടെ പല ഒരു ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റീനെയും കൂടി നമ്മൾ എൻകറേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനിയും ഈ ഒരു ലിസണിങ് കൊണ്ട് നമുക്ക് കുട്ടികളിൽ ഉണ്ടാകുന്ന കുറച്ച് സൈക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ അവരുടെ സെൽഫ് എസ്റ്റീമും സെൽഫ് കോൺഫിഡൻസ് ഒക്കെ എൻഹാൻസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു കുട്ടി അതിനെ കേൾക്കുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ പാരൻസ് അതിനെ കേൾക്കുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഫ്രണ്ട്സ് അതിനെ കേൾക്കുകയാണ്, ടീച്ചേഴ്സ് അതിനെ കേൾക്കുകയാണെന്ന് അതിന് ഫീൽ ചെയ്യുവാണെങ്കിൽ ആ കുട്ടിക്ക് ഒരു എന്താ പറയുക, ദേ ഡെവലപ്പ് എ സെൻസ് ഓഫ് സെൽഫ് വർത്ത് ആൻഡ് കോൺഫിഡൻസ്. അവർക്ക് അവർ കോൺഫിഡൻസും സെൽഫ് വർത്തും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ അവരൊരു ഡിസിഷൻ എടുക്കുമ്പോഴും അല്ലെങ്കിൽ അവരുടെ തോട്ട്സിലും അവർ ഭയങ്കരമായിട്ട് അവർക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവരുടെ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് സ്കില്ലിനെ കൂടി നമ്മൾ എൻകറേജ് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പം ഒരു കുട്ടീനെ അവരുടെ ഒപ്പീനിയൻസ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അലൗ ചെയ്യുന്ന സമയത്ത് ശരിക്കും അവരൊരു ഇപ്പം നമ്മളൊരു പെർട്ടിക്കുലർ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കുകയാണ്, ഒരു കുട്ടി സംസാരിക്കുകയാണെങ്കിൽ ആ സിറ്റുവേഷൻ അത് അനലൈസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത് മനസ്സിലാക്കുമ്പോഴത്തേക്കും അവർക്കൊരു ഒരു നല്ല ചോയ്സ് മേക്ക് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ മൂന്നാമത് നമ്മൾ പറയുവാണെങ്കിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഒരു എന്താ പറയുക, ഇറ്റ് സ്ട്രെങ്സ് ഇമോഷണൽ ആൻഡ് മെൻ്റൽ വെൽബീങ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ആ കുട്ടിക്കൊരു വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻ്റ് ആണെങ്കിൽ ആ കുട്ടി എന്താണ്, അതിൻ്റെ മനസ്സിൽ എന്താണ് നടക്കുന്നത്, അതെന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഫേസ് ചെയ്യുന്നതെന്നുള്ളത് അതിന് നല്ല രീതിയിൽ തന്നെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുമ്പം ആ കുട്ടി ഒന്നും ഉള്ളിലേക്ക് ഇങ്ങനെ അടക്കി പിടിച്ച് വെക്കുന്നില്ല. നമ്മളെപ്പോഴും ഇങ്ങനെ ഒരു 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 ഇമോഷണൽ സപ്രഷൻ, ഇപ്പോൾ ഒരു കുട്ടി കരയുവാണെങ്കിൽ ഒരു പ്രത്യേകിച്ച് നമ്മുടെ ഒരു സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്, ആൺകുട്ടി കരയാൻ പാടില്ല എന്നിങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ശരിക്കും അങ്ങനെ പറയുമ്പോഴത്തേക്കും ഈ ബോയ്സിന്റെ കേസ് അനുസരിച്ച് പറയുവാണെങ്കിൽ ഇവരുടെ ഇമോഷൻ, ആ ഒരു സങ്കടം എന്ന് പറയുന്ന ഒരു ഇമോഷനെ അവർ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് അവർക്ക് പിന്നീട് ഒരു ഡിപ്രഷനും ആങ്സൈറ്റിയും ഒക്കെ കോസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ നമ്മളൊരു കുട്ടിക്ക് ആ ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് കൊടുക്കുകയാണെങ്കിൽ അവൻ എന്താണ് അല്ലെങ്കിൽ അവൾക്ക് എന്താണ് വേണ്ടത്, എന്താണ് ഒരു കാര്യത്തെക്കുറിച്ചുള്ള അഭിപ്രായം, ആ ഒരു സ്വാതന്ത്ര്യം കൊടുക്കുന്ന സമയത്ത് അവർക്ക് നല്ല രീതിയിൽ അവരെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇമോഷണൽ സപ്രഷൻ വരുന്നില്ല. ഇമോഷണൽ സപ്രഷൻ വരുമ്പോൾ നമുക്ക് ആങ്സൈറ്റി കോസ് ചെയ്യും, ഡിപ്രഷൻ, ഈ വക അസുഖങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. ഇനി അടുത്തായിട്ട് വരുന്നത് ഈ പാരന്റും കുട്ടിയും അല്ലെങ്കിൽ ഒരു ടീച്ചറും കുട്ടിയും ഒക്കെ തമ്മിലുള്ള ആ ഒരു ട്രസ്റ്റ് ഭയങ്കരമായിട്ട് ബിൽഡ് ചെയ്ത് വരും. അതുപോലെ തന്നെ ആ റിലേഷൻഷിപ്പ് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. ഇപ്പോൾ ഒരു കുട്ടിക്ക് അതിൻ്റെ വീട്ടിൽ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ ആ പേരൻസും ആ കുട്ടിയും തമ്മിൽ ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ വരുമ്പോഴത്തേക്കും ആ ഒരു ബോണ്ട് ഉണ്ടെങ്കിൽ കുട്ടികൾ അങ്ങനെ റിബല്യസ് ബിഹേവിയർ കാണിക്കത്തില്ല, ഒരു ആൻറ്റി സോഷ്യൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസോ അങ്ങനെ ഒന്നും പോവില്ല കുട്ടികൾ. അവർ അത് മനസ്സിലാക്കി അവർക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റും. എന്ത് കാര്യവും അവരുടെ ലൈഫിൽ സംഭവിക്കുന്ന എന്ത് കാര്യവും പാരൻസുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുന്ന സമയത്ത് അവർക്ക് ഒരു ബിഹേവിയറൽ ഇഷ്യൂസോ കണ്ടക്ട് പ്രോബ്ലംസോ ഒന്നും ഉണ്ടാവുന്നില്ല. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സൈക്കോളജിക്കൽ ഇമ്പാക്ട്സ് ആണ്. ഇനി നമുക്ക് എങ്ങനെ ഒരു പാരന്റിന് അവരുടെ കുട്ടികളെ നമുക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാം, എങ്ങനെ നല്ലൊരു ലിസണർ ആകാം എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ആക്റ്റീവ് ലിസണിങ് ആണ്. ആക്റ്റീവ് ലിസണിങ് എന്ന് പറയുന്നത് നമ്മളിപ്പം ഒരാൾ നമ്മളോട് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ അവരെ ശ്രദ്ധിച്ച് കേൾക്കാറുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ
നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഒരു ആക്റ്റീവ് ലിസണിങ് എന്ന് പറയുമ്പം നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മേക്ക് ഐ കോണ്ടാക്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഐ കോണ്ടാക്ട് ഉണ്ടാക്കും. അതുപോലെ തന്നെ നമ്മൾ ആ വ്യക്തിയെടുത്ത് ഒരു ഇൻട്രസ്റ്റ് ഷോ ചെയ്യുക എന്നുള്ളത് ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ആ വ്യക്തി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ തോട്ട്സിനെ നമ്മൾ ഇൻറ്ററപ്റ്റ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി അത് ഡിസ്മിസ് ചെയ്യാതിരിക്കുക. അത് അവരോട് ഈ ആക്റ്റീവ് ലിസണിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഒരു വ്യക്തി നമ്മളോട് സംസാരിച്ചിരിക്കുമ്പോഴത്തേക്കും വി ഹാവ് ടു റെസ്പോണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു വാലിഡേഷൻ അവർക്ക് കൊടുക്കണം. വെർബലായിട്ടോ നോൺ വെർബലായിട്ടോ നിങ്ങൾക്ക് ആ വാലിഡേഷൻ കൊടുക്കാം. ഈവൻ ഇഫ് യു ഡിസഗ്രി വിത്ത് ദം, നിങ്ങൾക്ക് ആ ഒരു വാലിഡേഷൻ കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ക്രിയേറ്റീവ് സേഫ് സ്പേസ് ഫോർ എക്സ്പ്രഷൻ, ഒരു സേഫ് സ്പേസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇപ്പം നമ്മൾ വീട്ടിലാണെങ്കിൽ അയ്യോ അവരെന്ത് വിചാരിക്കും എന്നെക്കുറിച്ച്, ഞാൻ ഈ ഒരു കാര്യം പറയുമ്പോൾ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും, ആ ഒരു ജഡ്ജ്മെൻറ്റ് ഫിയർ ചെയ്യാതെ കുട്ടികൾക്ക് അവരുടെ തോട്ട്സ് ഷെയർ ചെയ്യാനുള്ളൊരു ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ അവരെ അതിനുവേണ്ടി എൻകറേജ് ചെയ്യുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു കോയിന് 2 സൈഡ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു അഭിപ്രായം പറയുമ്പോൾ അതിൽ എഗ്രി ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരിക്കാം, അതുപോലെ തന്നെ ഡിസഗ്രി ചെയ്യുന്ന ആൾക്കാരും ഉണ്ടായിരിക്കാം. അപ്പം അവർക്ക് ഈ അനുകൂലിക്കുന്നതിനോടൊപ്പം പ്രതികൂലമായിട്ടും ആൾക്കാർ പറയും, അല്ലെങ്കിൽ ഒരു വിസമ്മതം കിട്ടും എന്നുള്ള കാര്യം കുട്ടികളെ, ആ ഡിസഗ്രിമെൻ്റ് എന്ന് പറയുന്നത് കുട്ടികളെ ടീച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇപ്പം അവരൊരു കാര്യം പറയുമ്പം അവർ ഡിസഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കത് റെസ്പെക്ട്ഫുള്ളി ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനിയും നെക്സ്റ്റ് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഗൈഡ് ചെയ്യുക റാദർ ദാൻ കൺട്രോളിങ്. അവരെ നമ്മൾ ഗൈഡ് ചെയ്യുക, നമ്മളൊരു ചോയ്സ് അവർക്ക് ഡിക്റ്റേറ്റ് ചെയ്യാതെ ആ കുട്ടികൾക്ക് അതിനെക്കുറിച്ചുള്ളൊരു ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിൽ വരുന്ന പോസിബിൾ ആയിട്ടുള്ള കോൺസിക്വൻസസിനെ കുറിച്ചും കുട്ടികൾക്കൊരു ഇൻഫർമേഷൻസ് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഇന്ന് നമ്മൾ കാണുന്നൊരു കാര്യമാണ്, ഒരു ചെറിയൊരു ഫെയിലിയർ സംഭവിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ ഒന്നിൽ പോയിട്ട് ഒരു സൂയിസൈഡലായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുക എന്നൊക്കെ നമ്മൾ കാണുന്നൊരു കാര്യമാണ്. അപ്പം ഫെയിലിയേഴ്സ്, ചെറിയ ചെറിയ ഫെയിലിയേഴ്സ് അവർ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് വിടുക. ഇപ്പോൾ കുട്ടികൾ നമ്മളെ അടുത്ത് ഒരു കാര്യം പറയാം, നമുക്ക് അറിയാം അതിൻ്റെ ഒരു എൻഡ് റിസൾട്ട് ഒരു ഫെയിലിയർ ആണെന്ന് നമുക്ക് അറിയാം. പക്ഷേ ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കാര്യം ആ കുട്ടിക്കോ അല്ലെങ്കിൽ വേറൊരു വ്യക്തിക്കോ ഹേർട്ട്ഫുൾ അല്ലാത്ത രീതിയിലൊരു കാര്യമാണെങ്കിൽ ലെറ്റ് ദം എക്സ്പീരിയൻസ് ദാറ്റ്. അവരതിലൊരു ഫെയിലിയർ അവർക്ക് വരും. ആ ഫെയിലിയറിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു മിസ്റ്റേക്കിൽ നിന്നും അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ലേൺ ചെയ്യാനുണ്ടാവും. അത് അലൗ ചെയ്ത് കൊടുക്കുക എന്നുള്ളതും ഒരു കാര്യമാണ്. പിന്നെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വീടുകളിലൊക്കെ നടക്കുന്ന ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ ഇവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ഒരു ഫാമിലി ഡിസ്കഷൻ നടക്കുക, എന്തെങ്കിലും ഒരു റിലവൻറ്റ് ടോപ്പിക്കിൽ ഒരു ഡിസ്കഷൻ നടക്കുകയാണ്, ആ സമയത്ത് കുട്ടികളെയും കൂടി ഇൻവോൾവ് ചെയ്യിക്കുക. ഇപ്പം ചില കുട്ടികളൊക്കെ പാരൻസിൻ്റെ കയ്യിൽ എത്ര പൈസ ഉണ്ട് ഒന്നും ആലോചിക്കാതെ അവർക്ക് എനിക്ക് ഇന്ന കാര്യം വേണം, എനിക്കത് മേടിച്ച് തരണം, അല്ലെങ്കിൽ ഞാനിപ്പം സൂയിസൈഡ് ചെയ്യും, അല്ലെങ്കിൽ ഞാനിപ്പം ഇവിടെ ഫുള്ള് പ്രശ്നം ഉണ്ടാക്കും, ഇങ്ങനെയൊക്കെ ഭയങ്കര അഗ്രസീവ് ബിഹേവിയർ ഒക്കെ കാണിക്കുന്ന കുട്ടികൾ വരാറുണ്ട്. അപ്പം ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്, നിങ്ങൾ നിങ്ങളുടെ ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളായിട്ട് ഷെയർ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും അവർക്കത് മനസ്സിലാകും. അവർ അപ്പം അവരുടെ ആ ഒരു എന്താ പറയുക, ഒരു വാശിയൊന്നും അങ്ങനെ കാണിക്കാതിരിക്കും. മനസ്സിലാക്കിയും ആ വാശി കാണിക്കാതെ നമുക്ക് കുറച്ച് അവരെ ഒന്ന് നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ്. നെക്സ്റ്റ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ സ്കൂളുകളിലൊക്കെ ഇതുപോലെ കുട്ടികൾക്ക് ഒരു ക്രിയേറ്റീവ് പ്ലാറ്റ്ഫോംസ് വരുന്നത് വളരെ നന്നായിരിക്കും. അവർക്ക് ആ ഒരു സ്റ്റുഡൻസ് റെപ്രസെൻറ്റേഷൻ വഴി അവർക്ക് ഓരോ കാര്യങ്ങൾ പറയാനും സ്കൂളിലെ പല തീരുമാനങ്ങളിലേക്ക് ഒരു പാർട്ടാവാനായിട്ട് അവർക്ക് സാധിക്കുന്നതാണ്. പിന്നെ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ റെസ്പെക്ട്ഫുള്ളി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആ ഒരു റെസ്പെക്ട്ഫുൾ കമ്മ്യൂണിക്കേഷൻ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അത് ശരിക്കും നമ്മൾ വീട്ടിൽ നിന്ന് തുടങ്ങേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു ഇപ്പം പാരൻസ് തമ്മിൽ എന്തെങ്കിലും ഒരു ഡിസഗ്രിമെൻ്റ് ഉണ്ടാവുകയാണെങ്കിൽ വളരെ മോശമായിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിക്കാതെ റെസ്പെക്ട്ഫുള്ളി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇത് ഒരു ഡിസഗ്രിമെൻ്റ്, 2 പാർട്ട്നേഴ്സിൻ്റെ ഇടയ്ക്ക് ഒരു ഡിസഗ്രിമെൻ്റ് വരും എന്നുള്ള കാര്യം കുട്ടികൾക്ക് അതിലൂടെ പഠിക്കാനായിട്ട് സാധിക്കും. അത് വളരെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പ്രശ്നം സോൾവ് ചെയ്യാനൊക്കെ അവർക്ക് ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ കുട്ടികളെ നമുക്ക് പ്രോബ്ലം സോൾവിങ് സ്കില്ലുകളും നെഗോസിയേഷൻ സ്കില്ലുകളും നമുക്ക് പഠിപ്പിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ
നമ്മൾ കുട്ടികളെ കേൾക്കാതെ നമ്മൾ അവരെ ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ വരുമ്പം എന്തൊക്കെ ഒരു ഇമ്പാക്റ്റ് ആണ് അവരുടെ മെൻ്റൽ ഹെൽത്തിനും ഡെവലപ്മെൻറ്റിനും സംഭവിക്കുന്നതെന്ന് നെക്സ്റ്റ് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ അതിൻ്റെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റ് കണ്ടു. നെഗറ്റീവ് ആയിട്ടുള്ള ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ പറയുമ്പം അവരുടെ സെൽഫ് വർത്ത്, സെൽഫ് കോൺഫിഡൻസ് ഒക്കെ വളരെയധികം താഴേക്ക് പോവും. അവർക്ക് കോൺഫിഡൻസ് ഇല്ലായ്മയും അവരുടെ ഓരോ കാര്യത്തിലും കുട്ടികൾക്ക് സെൽഫ് ഡൗട്ട് ഉണ്ടാവും. പിന്നെ ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ ഭയങ്കര ഡിഫിക്കൽട്ടി അവർക്ക് ഫീൽ ചെയ്യും. ഇപ്പം നമ്മളാണ് അവരുടെ ചോയ്സസ് ഡിക്റ്റേറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് കാരണം ഇവർ നമ്മളെ ഓവർലി ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് അവർക്ക് വാട്ട് ദേ നീഡ് എന്നൊന്നും, അവർക്ക് എന്താ വേണ്ടത്, എന്ത് ചോയ്സ് എടുക്കും, ഈവൻ അവരൊരു ഡെസിഷൻ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്ന സമയത്ത് എന്താ പറയുക, എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടാക്കുമോ എന്നൊക്കെ ഉള്ളൊരു ഒരു ആങ്ഷ്യസ് ആയിട്ടുള്ളൊരു രീതി അവർക്ക് വരും. അവർ ഭയങ്കര ആങ്ഷ്യസ് ആയിരിക്കും. പിന്നെ ഇങ്ങനത്തെ ഉള്ള കുട്ടികളിൽ കൂടുതലായിട്ടും ബിഹേവിയറൽ പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. കുറച്ച് റിബല്യസ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും. അവർ ഇഗ്നോർ ചെയ്തു എന്ന് തോന്നുവാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദി കുട്ടികളും ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ബിഹേവിയർ കാണിക്കാറുണ്ട്. അതുപോലെ തന്നെ ഫാമിലിയിൽ നിന്നും സൊസൈറ്റിയിൽ നിന്നൊക്കെ ഇവർ വിഡ്രോ ചെയ്ത് കാണാറുണ്ട്. പിന്നെ ഇവരുടെ കേസിൽ ദർ ഈസ് എൻ ഇൻക്രീസ് റിസ്ക് ഓഫ് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ്. ഇപ്പം നമ്മൾ ഇമോഷൻസ് എപ്പോഴും സപ്രസ് ചെയ്ത് വെക്കുക, അത് കുട്ടികളുടെ കേസ് മാത്രമല്ല, അഡൽട്ട്സ് ആയിട്ടുള്ള എല്ലാവരുടെയും കേസിൽ നമ്മൾ ഇമോഷൻസ് എപ്പോഴൊക്കെ നമ്മൾ സപ്രസ് ചെയ്ത് വെക്കുന്നു അത് നമുക്ക് ആങ്സൈറ്റിയിലേക്കും ഡിപ്രഷനിലേക്കും ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റിലേക്ക് ലീഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. സോ നമ്മളുടെ ഇമോഷൻസ് എപ്പോഴും എക്സ്പ്രസ് ചെയ്യുക. ഇഫ് യു വോണ്ട് ടു ക്രൈ, നിങ്ങളത് ക്രൈ ഔട്ട് ചെയ്യുക. നിങ്ങൾക്ക് ചിരിക്കണമെങ്കിൽ നിങ്ങൾ ചിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങളത് നിങ്ങൾക്ക് സേഫായിട്ട് ഫീൽ ചെയ്യുന്ന ആൾക്കാരോട് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സങ്കടങ്ങൾ ഉണ്ടെങ്കിലും അത് ഷെയർ ചെയ്യുക. അത് ഉള്ളിൽ ഇങ്ങനെ സപ്രസ് ചെയ്ത് വെക്കാതിരിക്കുക. നമ്മുടെ മൈൻഡ് ഒരു പ്രഷർ കുക്കർ പോലെയാണ്. ഈ ഒരു പ്രഷർ താങ്ങാതെ വരുമ്പോൾ അതിന് അഡ്വേഴ്സ് ആയിട്ടുള്ള എഫക്ട്സ് ഉണ്ടാവാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. ഇപ്പം നമ്മളൊരു കേസ് സ്റ്റഡി എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ടീനേജറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ആ കുട്ടി അതിൻ്റെ പാരൻസ് വളരെയധികം ആക്റ്റീവ്ലി ആ കുട്ടിയായിട്ട് ലിസൺ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ കുട്ടിയുടെ വ്യൂസിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിക്ക് അവിടെ ഒരു സെൻസ് ഓഫ് ട്രസ്റ്റ് അവിടെ ബിൽഡ് ചെയ്യുന്നുണ്ട്. പാരൻസിനോട് എന്ത് കാര്യവും പറയാം എന്നൊരു ബോധ്യം അതിന് വരികയും അതിൻ്റെ ലൈഫിൽ എന്തൊരു കാര്യം സംഭവിക്കുമ്പോഴും പാരൻസായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാനും അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്ന സമയത്ത് പേടിച്ച് നിൽക്കാതെ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻ എടുക്കാനും ആ കുട്ടിക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പം പാരൻസിൻ്റെ അടുത്ത് അത് അഡ്വൈസ് ചോദിക്കുകയും ചെയ്യും. അതൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഒരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു സംഭവം പറയുകയാണെങ്കിൽ, ഒരു കുട്ടീനെ നമ്മൾ കോൺസ്റ്റൻ്റ്ലി അവനെ ഇഗ്നോർ ചെയ്യുകയാണ്, അവൻ്റെ തോട്ട്സ് ഒക്കെ നമ്മൾ ഡിസ്മിസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അപ്പം തന്നെ ഡിസ്മിസ് ചെയ്യുവാണെങ്കിൽ ആ കുട്ടിക്ക് എന്താ പറയുക, പാരൻസിനോടുള്ളൊരു ട്രസ്റ്റ് പോവുകയും അവരോട് നിന്നും വിഡ്രോ ചെയ്യും. ഞാൻ എന്ത് പറഞ്ഞാലും എൻ്റെ പാരൻസ് കേൾക്കത്തില്ല, അവരുടെ ഇഷ്ടപ്രകാരമാണ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും കുട്ടി എവിടാണോ അതിന് ഒരു ലൈക്ക് അവനെ അക്സെപ്റ്റ് ചെയ്യുന്നത്, അവൻ്റെ കാര്യങ്ങൾ കേൾക്കുന്നത്, അവന് സ്നേഹം കൊടുക്കുന്നത്, ആ ഒരു ഭാഗത്തേക്ക് ആ കുട്ടി പോകും. അപ്പോൾ ഒരു എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ഉണ്ടാവും. ചിലപ്പോൾ ഒരു ഗുഡ് ആയിട്ടുള്ള രീതിയിൽ അതിനൊരു ഗൈഡൻസ് കിട്ടിയെന്നിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക, വിച്ച് മേ നോട്ട് ഓൾവേസ് ബി പോസിറ്റീവ്. അങ്ങനെയൊക്കെ നമുക്ക് സംഭവിക്കാം. ഇനിയും എന്താ പറയുക, ലിസണിങ് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ കുട്ടി എന്ത് പറഞ്ഞാലും എഗ്രി ചെയ്യുക എന്നുള്ളൊരു മീനിങ് ഇല്ല. പകരം നമ്മൾ അതിൻ്റെ ഒപ്പീനിയൻസിനെയും അതിൻ്റെ തോട്ട്സിനെയും നമ്മൾ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് അവർക്കൊരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഗൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പം പാരൻസും ടീച്ചേഴ്സും സൊസൈറ്റിയും ഒക്കെ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുവാണെങ്കിൽ അത് നമുക്ക് കുറച്ചും കൂടി ഇനി വരുന്നൊരു ജനറേഷനിൽ നമുക്ക് അവരുടെ ഒരു മെൻ്റൽ ഹെൽത്ത് കുറച്ച് നമുക്ക് സ്ട്രെങ്ത് ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റീസ് നമുക്ക് എൻകറേജ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇമോഷണൽ ഇൻ്റലിജൻസ് ഒക്കെ നമുക്ക് സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ആക്റ്റീവ് ലിസണിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമ്മുടെ നെക്സ്റ്റ് ജനറേഷനെ നമുക്ക് ഈ ഒരു ആക്റ്റീവ് ലിസണിങ്ങിലൂടെ നമുക്ക് എംപവർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇനി വരുന്നൊരു തലമുറ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള കുട്ടികൾ കുറച്ചും കൂടി കോൺഫിഡൻ്റ് ആയിരിക്കും. അവർക്ക് തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരിക്കും, യാതൊരു ഇൻസെക്യൂരിറ്റി ഉണ്ടാവില്ല. അതുപോലെ തന്നെ അവർ കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആയിരിക്കും. ഒരു വെൽ അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽസ് ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും.
ഇപ്പം അങ്ങനെ ഒരു കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പാരൻസും വളരെയധികം പാരൻസിനെ സംബന്ധിച്ചിടത്തോളം ലൈക്ക് അവരുടെ ഒരു തീരുമാനമാണ് ഒരു കുട്ടീനെ ഈ വേൾഡിലേക്ക് കൊണ്ടുവരിക വന്നത്. അപ്പം അവർക്ക് വളരാനും ഒരു ഇൻഡിവിജ്വലായിട്ട് ഗ്രോ ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള സാഹചര്യങ്ങൾ പാരൻസ് തന്നെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. നേരത്തെ ഇവിടെ ഇസ പറയുന്നുണ്ടായിരുന്നു, ഇസയുടെ കുറച്ച് ഫ്രണ്ട്സിന് ഹിസ്റ്ററി അങ്ങനെ എടുത്ത് പൊളിറ്റിക്സ് ഒക്കെ എടുത്ത് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പാരൻസ് ഫോഴ്സ് ചെയ്തിട്ട് സയൻസ് എടുത്തു എന്നുള്ളത് അത് ഇപ്പം കണ്ടുവരുന്നൊരു കാര്യമാണ്. അപ്പം ലൈക്ക് നമ്മൾ പാരൻസ് അവർക്ക് സാധിക്കാൻ പറ്റാത്ത ആഗ്രഹങ്ങൾ മക്കളിലൂടെ സാധിക്കുന്നു എന്നുള്ളത് ശരിക്കും കുട്ടികൾക്ക് എന്താണോ അവരുടെ ഇൻട്രസ്റ്റ്, ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റ് എന്താണോ, വാട്ട് എവർ, സയൻസ് ആണോ, ഹ്യൂമാനിറ്റീസ് ആണോ, കൊമേഴ്സ് ആണോ, ഈവൻ ആർട്സ് ആണോ, അപ്പോൾ അവരെന്താണോ അവർക്ക് ഏതിലാണോ അവർക്ക് ഏബിൾ ആയിട്ടുള്ളത് അതിലേക്ക് അവർക്ക് എന്തിലാണോ ഇൻട്രസ്റ്റ് ഉള്ളത് അതിലേക്ക് കുട്ടികളെ വിടുക എന്നുള്ളതാണ്. നമ്മളുടെ ഒരു സെൽഫിഷ്നെസ് അവിടെ കൊണ്ടുവരാതെ കുട്ടികൾക്ക് എന്താണോ വേണ്ടത് ആ നീഡ് അനുസരിച്ച് കുട്ടികളെ എൻകറേജ് ചെയ്ത് വിടുക. അങ്ങനെ വരുമ്പോഴത്തേക്കും അവർ മെൻ്റലി ഭയങ്കര ഹാപ്പി ആയിരിക്കും. അവരതിൽ ദി ബെസ്റ്റ് ആയിരിക്കും അവർ ഷോ ചെയ്യുക. ദാറ്റ്സ് ഓൾ. ഓക്കെ, താങ്ക് യു മാം. അപ്പൊ മാം പറഞ്ഞത് ഇസയും സാറും നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെയാണ്. ഇൻഫ്ലുവൻസ് ഓഫ് സോഷ്യൽ മീഡിയ, ജനറേഷൻ ഗ്യാപ്പ്, ജെൻസി ജനറേഷൻ. പിന്നെ മാം കൂടുതലായിട്ട് പറഞ്ഞത് ആക്റ്റീവ് ലിസണിങ്ങിനെ കുറിച്ചിട്ടും ഇമ്പോർട്ടൻസ് ഓഫ് ആക്റ്റീവ് ലിസണിങ്ങും എങ്ങനെ ഒരു ഗുഡ് ലിസണർ ആവാം, സ്റ്റെപ്സ് ഓഫ് ആക്റ്റീവ് ലിസണിങ്, പിന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഫെയിലിയർ അവരെ എക്സ്പീരിയൻസ് ചെയ്യാൻ അനുവദിക്കുക, പിന്നെ നമ്മളുടെ വീട്ടിൽ എന്തൊക്കെ ഡിസിഷൻ മേക്കിംഗ് എടുക്കുമ്പോഴും അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുക, റെസ്പെക്ട്ഫുൾ കമ്മ്യൂണിക്കേഷൻ അവർക്ക് പറഞ്ഞു കൊടുക്കുക. പിന്നീട് മാം പറഞ്ഞത് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്ട് അവരെ ഇഗ്നോർ ചെയ്യുമ്പോൾ അവരിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളും നെഗറ്റീവ് ഇമ്പാക്റ്റുകളും ആണ് പറഞ്ഞത്. താങ്ക് യു മാം. അടുത്തതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാരന്റിങ്ങിനെ കുറിച്ച് സംസാരിക്കുവാനായിട്ട് ആക്ടി സാറിനെ ക്ഷണിക്കുന്നു. ഹലോ, കേൾക്കാമോ ഞാൻ പറയുന്നത്? കേൾക്കാം സർ. ഞാൻ നേരത്തെ തുടങ്ങി വെച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പം ഷൈമ മാഡം വളരെ ഡീറ്റെയിൽഡായിട്ട് എല്ലാ കാര്യങ്ങളും തന്നെ പറഞ്ഞു. അതേപോലെ തന്നെ കാര്യങ്ങൾ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് പറയാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ റീസെൻ്റായിട്ടില്ല. ഞാൻ റീസെൻ്റ്ലി വായിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ഇപ്പം നമ്മൾ പറഞ്ഞു ജെൻസി, അതേപോലെ നമ്മൾ മില്ലേനിയൽസ് എന്നൊക്കെ പറയുന്ന പല ഉണ്ട്. പണ്ട് നമ്മൾ പറഞ്ഞ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കാരണവന്മാർ അല്ലെങ്കിൽ ഒരു 10 ഇയേഴ്സോ കഴിഞ്ഞിട്ടുള്ള ഒരു ഗ്യാപ്പാണ്. ഇന്നെന്ന് പറയുന്ന ആ ഗ്യാപ്പ് പോയി ഗ്യാപ്പാണെന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ മില്ലേനിയൽസും ജിൻസിയും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് അതിലൊരു 5 ഇയേഴ്സ് അല്ലെങ്കിൽ 10 ഇയേഴ്സ്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ വരുന്നൊരു കാര്യം പലപ്പോഴും നമ്മൾ ഇപ്പോൾ ജെൻസി എന്ന് പറയുന്ന പിള്ളേർ, അല്ലെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് നമ്മൾ പറയുന്ന ജെൻസി എന്ന് പറയുന്ന പിള്ളേർ പലപ്പോഴും അവർ ഒത്തിരി സ്ക്രീൻ ടൈം യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് എൻ്റെ പിള്ളേർക്കൊക്കെ ഞാൻ എന്താ പറയുക, എല്ലാ രീതിയിലുള്ള സാർ ഓഡിബിൾ അല്ല സാർ, കട്ടായി പോകുന്നുണ്ട്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാലേ നമ്മുടെ ഇപ്പോൾ പഴയ നമ്മുടെ ജനറേഷനിലൊക്കെ നമ്മൾ പലപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് നമുക്ക് സ്ക്രീൻ ടൈം വളരെ ലിമിറ്റഡ്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ വളരെ സിമ്പിളാണ്. അല്ല, നമ്മുടെ പഴയ ജനറേഷനിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് ഫീഡ് ചെയ്യുന്നത് പിക്ചർ വഴിയാണ്. പലപ്പോഴും നമ്മൾ പിക്ചറൈസ് ചെയ്തിട്ടാണ് നമ്മൾ പല ബ്രെയിനിലേക്ക് ഫീഡ് ചെയ്യുന്നത്. ഇന്ന് പിള്ളേർക്ക് കിട്ടുന്ന എല്ലാ സാധനങ്ങളും പിക്ചറിലൂടെയാണ്. അപ്പോൾ അവർ യൂസ് ചെയ്യുന്ന ഇപ്പം നമ്മൾ ഇൻസ്റ്റഗ്രാം നോക്കിക്കോ, ഇപ്പം നമ്മുടെ ഫേസ്ബുക്ക് എന്ന് പറയുന്നത് ഓൾഡ് ജനറേഷൻ അല്ലെങ്കിൽ ഡെഡ് പീപ്പിൾ എന്നാണ് ഫേസ്ബുക്കിന് അവർ
ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റഗ്രാം മാത്രമാണ് പിള്ളേരെ സംബന്ധിച്ച്. അതിലാണ് ലൈവായിട്ടുള്ള പിള്ളേർ, ലൈവായിട്ടുള്ള ആൾക്കാർ ഉണ്ട് കൺസെപ്റ്റ് എന്ന് പറയുന്നത് മാത്രമാണ്. അപ്പം അതിൻ്റെ തന്നെ പിള്ളേരെ സംബന്ധിച്ച് എപ്പോഴും എല്ലാ സാധനങ്ങളും അവരുടെ തലയിലേക്ക് ഫീഡ് ചെയ്യുന്നത് വിഷ്വൽസ് വഴിയാണ്. അപ്പോൾ അതിനകത്തുള്ളൊരു വലിയൊരു ഇഷ്യൂ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ബ്രെയിനിലേക്ക് ഫീഡ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും വിഷ്വൽസ് വഴിയാകുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ തന്നെ നമ്മുടെ ബ്രെയിനൊക്കെ നമ്മൾ പറയുന്ന ടെറാബൈറ്റ്സ് നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പലപ്പോഴും നമ്മുടെ ഒരു ജനറേഷനിൽ നമുക്ക് ആകെ കുറച്ച് വിഷ്വൽസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി സമയങ്ങളെല്ലാം നമ്മൾ ഫീൽഡിൽ നമ്മൾ പിള്ളേരായിട്ട് കളിക്കുന്നതും അതൊക്കെ തന്നെയാണ്. അതായത് നമ്മുടെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസിലാണ് നമ്മൾ കൂടുതൽ ഇൻവോൾവ് ആയിട്ടിരുന്നിരുന്നത്. ഇന്ന് പിള്ളേർ എന്ന് പറയുന്നത് ഫുൾ ടൈം അല്ലെങ്കിൽ ഏറ്റവും മാക്സിമം ടൈം യൂസ് ചെയ്യുന്നത് അവരുടെ സ്ക്രീൻ ടൈമിലൂടെ വിഷ്വൽസാണ് അവരുടെ തലയിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നത്, എല്ലാ ഇൻഫർമേഷൻസും. അപ്പോൾ ദേ ആർ ഓൾറെഡി സാച്ചുറേറ്റഡ്. അപ്പോൾ അതിൻ്റെ അകത്ത് അവർക്ക് വളരെ കുറച്ച് ഇൻഫർമേഷൻസ് അവർക്ക് എന്താ പറഞ്ഞാൽ അവരുടെ സ്റ്റഡീസിലൂടെയൊക്കെ അവർക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പം നമ്മൾ നേരത്തെ ഷൈമ മാഡം പറഞ്ഞ പോലെ നമ്മൾ അവർക്കൊരു ഫ്രീഡം കൊടുക്കുക, അവരുടെ ഒരു എക്സ്പ്രഷൻസ് ഫീൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫ്രീഡം കൊടുക്കുക. അതൊക്കെ തന്നെയാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. കൂടുതൽ പറയേണ്ടത് ഒരു ഒപ്പീനിയനുള്ള ഒരു സംസാരിക്കുക, അല്ലെങ്കിൽ അവരുടെ കൂടുതൽ ലിസൺ ചെയ്യുക, അതാണ് അവർക്ക് എന്താണ് അവരുടെ സ്പേസ് അലോട്ട് ചെയ്യുക. ആ സ്പേസിലൂടെ അവരുടെ എല്ലാ കാര്യങ്ങളും കൊടുക്കുക, അവരെ മനസ്സിലാക്കുക തന്നെയാണ് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. കണക്ഷൻ വളരെ ലിമിറ്റഡ് ആയതുകൊണ്ട് എനിക്ക് കൂടുതൽ പറയുന്നില്ല. ഐ തിങ്ക് മൈ കണക്ഷൻസ് ആർ നോട്ട് that well right now, so I think you can understand. I already എന്താണ് നമ്മുടെ ഷൈമ മാഡം പറഞ്ഞതും അതേപോലെ തന്നെ നമ്മുടെ ഈസ പറഞ്ഞതും വളരെ റീറ്ററേറ്റ് ചെയ്യുകയാണ്. അവരെ കൂടുതൽ നമ്മൾ ലിസൺ ചെയ്യാനായിട്ടുള്ള ഒരു സമയം നമ്മൾ കണ്ടെത്തണം, അവർക്ക് ഉള്ള സ്പേസ് നമ്മൾ കൊടുക്കാനായിട്ട് നമുക്ക് പറ്റണം. അതേപോലെ തന്നെ അവരുടെ ഞാൻ എൻ്റെ പിള്ളേരെടുത്ത് പറയുന്നൊരു കാര്യമുണ്ട്, അവർക്ക് കൂടുതൽ അവരുടെ എക്സ്പ്രഷൻസ് അതിനകത്ത് എന്താണോ വേണ്ടത് അത് അച്ചീവ് ചെയ്യാനായിട്ടുള്ളൊരു സ്പേസ് നമുക്ക് എപ്പോഴും കൊടുക്കാനായിട്ട് നമുക്ക് പറ്റണം. അതിലൂടെ നമുക്ക് ഗൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അവരെ കൂടുതൽ ലിസൺ ചെയ്യാൻ. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അതാണ് എനിക്ക് താങ്ക് യു. ആം ഐ ക്ലിയർ റൈറ്റ് നൗ? ക്ലിയർ ആണ് സാർ, ഇപ്പൊ കുഴപ്പമില്ല. ഇടയ്ക്ക് കട്ടായി പെടും. എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാവുന്നതാണ്. ജസ്റ്റ് ഹാൻഡ് റൈസ് ചെയ്യാം, അപ്പൊ പേര് പറയാം, അവർക്ക് ചോദിക്കാവുന്നതാണ്. ആരെങ്കിലും ഉണ്ടോ? എൻ്റെ പേര് ഡിയ, ഞാൻ ഷൈമ മാഡത്തിനോടാണ് ചോദിക്കുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്, ചോദിച്ചോളൂ മാം. ഷൈമ മാഡം, എനിക്ക് 2 കാര്യങ്ങളോടുള്ള ഒരു അഭിപ്രായമാണ് അറിയേണ്ടത്. ഒന്ന്, ഇന്നത്തെ കുട്ടികളിൽ വളരെ കൂടുതലായിട്ട്, അതായത് പണ്ട് കാണുന്നതിനേക്കാളും കുറച്ചും കൂടി കൂടുതലായിട്ട് ഹൈപ്പർ ആക്ടിവിറ്റി കാണുന്നുണ്ട്. ഇപ്പൊ മാം പറഞ്ഞ പോലെയുള്ള നമ്മുടെ ഇമോഷണൽ എക്സ്പ്രസ് ചെയ്യാതെ സപ്രസ് ചെയ്യുന്നത് കൊണ്ടാണ് അത് ഏറ്റവും കൂടുതലും ഉള്ളത് എന്നതാണ് ഇപ്പോഴത്തെ ഒരു പഠന രീതി. അതായത് പ്രഗ്നൻസിയിൽ നമ്മൾ എന്താ പറയണേ, ഇപ്പൊ ജോലിഭാരം കൂടുതലാണ്. IT ഫീൽഡ് ആയിക്കോട്ടെ, എനിത്തിങ്, എല്ലാവരും ജോലിക്ക് പോകുന്നു. അപ്പൊ ആ പ്രഗ്നൻസിയിൽ കിട്ടുന്ന ആ ഒരു ഇത് കൊണ്ടാണ് ഈ ഹൈപ്പർ ആക്ടിവിറ്റി കൂടുന്നത്. എന്നതിനെ പറ്റി മാമിന്റെ അഭിപ്രായം എന്താണ്? അതൊന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ പാരന്റിങ് പല രീതിയിൽ, ഇപ്പൊ എല്ലാവരും ഒരുപോലെ അല്ലല്ലോ പാരന്റിങ് നടത്തുന്നത്. നമ്മൾ നല്ല രീതിയിൽ പാരന്റിങ് നടത്തുന്നതുണ്ടെങ്കിലും ഇപ്പൊ ഏറ്റവും കൂടുതലും ഒരു 7th സ്റ്റാൻഡേർഡ് ഒക്കെ കഴിഞ്ഞാൽ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ കുട്ടികളിൽ കൂടുതലും പിയർ ഗ്രൂപ്പ്സ് ആണ് കൂടുതലും അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. പാരന്റിങ് എത്ര ക്ലിയർ ആണെന്ന് പറഞ്ഞാലും കുറച്ചും കൂടി അവർ അതിനകത്തേക്ക് ഇൻവോൾവ് ആവുന്നുണ്ട്. അതിലുപരി എനിക്ക് വേറൊരു കാര്യം വേണ്ടത്, നമ്മളുടെ സ്റ്റഡി മെറ്റീരിയൽ, അതായത് ഇപ്പോൾ ഈ പറയുന്ന നമ്മുടെ സ്കൂൾ ഓക്കെയാണ്, പക്ഷെ നമുക്ക് തരുന്ന ബുക്സ് കാര്യങ്ങളിൽ നമ്മുടെ കൺട്രി എന്താണ്, അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ലോസ് എന്താണ്,
ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റിനുള്ള ശിക്ഷ എന്താണ് എന്ന് കുട്ടികൾ കൂടുതലും മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്കത് പഠിപ്പിച്ചു കൊടുക്കുന്നില്ല എന്നൊരു തോന്നൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മളിപ്പോ ഒരു കുഞ്ഞിനോട് തീയാണ്, അത് പൊള്ളൂട്ടോ, അത് ചൂടാണ് എന്ന് നമ്മൾ പറയും തോറും അവൻ അതിനകത്തേക്കൊരു ഓക്കെ അത് ചിലപ്പോൾ പൊള്ളും, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്നിങ്ങനെ നോക്കും, അത്ര. അതുപോലത്തെ ഒരു മെത്തേഡ് വേണ്ടേ നമ്മൾക്കും ഈ കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയിൽ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ ഇപ്പൊ ഒരു ഡ്രഗ്സ് അല്ലെങ്കിൽ ഹെൽമെറ്റ് ഇല്ലാതെ, അല്ലെങ്കിൽ 18 വയസ്സിന് ഇപ്പൊ അത് കുറച്ചും കൂടി ആകുന്നുണ്ടെങ്കിലും പൂർണ്ണമായും കുട്ടികളിലേക്കോ പാരന്റിലേക്കോ അത് എത്തുന്നില്ല. എന്താണ് അതിന്റെ എന്താ പറയണേ അടുത്ത സ്റ്റെപ്പ് എന്താണ്? അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ അല്ലെങ്കിൽ കൂടുതലാണ് എന്ന് ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ട്. അതിനെപ്പറ്റി മാമിന്റെ അഭിപ്രായം എന്താണ്? ഓക്കെ. ഞാൻ ഇപ്പം ഒരു 3 ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ വൺ ബൈ വൺ ആൻസർ പറയാം. ഈ ഹൈപ്പർ ആക്ടിവിറ്റിയുടെ ഒരു കേസ്, ഇപ്പം കുട്ടികളിൽ ഹൈപ്പർ ആക്ടിവിറ്റി ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിൽ ഞാൻ ഡോക്ടറിനോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ഇപ്പോൾ ഹൈപ്പർ ആക്ടിവിറ്റി കൂടാനുള്ള കാര്യം, എന്തെങ്കിലും നമ്മുടെ ലൈഫ് സ്റ്റൈൽ കാര്യങ്ങളും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഇപ്പോൾ അതിൻ്റെയൊക്കെ സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കുറേ ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സാണ് ഇതിലുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഉണ്ട്, അതുപോലെ തന്നെ എൻവയോൺമെന്റൽ ഇൻഫ്ലുവൻസസ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ജനറ്റിക് ആയിട്ടുള്ള പ്രീഡിസ്പോസിഷൻസും ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ കൊണ്ടാണ്. പിന്നെന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ ഈ കുട്ടികളുടെ കയ്യിൽ ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് വരുന്ന സമയത്ത് നമ്മൾ ചെറുതിലെ തന്നെ പണ്ടൊക്കെ ഇപ്പം ഞങ്ങളുടെ ഒക്കെ ഒരു സമയത്ത് പാരൻസ് വന്ന് എന്താ പറയാ പ്രകൃതിയിലെ കാണിച്ച് കാക്ക, പൂച്ച, ഇങ്ങനെ ഓരോന്നിന്റെ സൗണ്ട് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടായിരുന്നു നമുക്ക് ഫുഡൊക്കെ തന്നുകൊണ്ടിരുന്നത്. ഇപ്പം പാരൻസിനും ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ നോക്കാനായിട്ടുള്ള, അല്ലെങ്കിൽ കുട്ടികൾക്ക് അത്രയും അറ്റൻഷൻ കൊടുക്കാനായിട്ടുള്ളൊരു സമയമില്ല. അപ്പം എന്താ ചെയ്യുക, കുട്ടികളെ ഒന്ന് അടക്കിയിരുത്തി അവരുടെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് ഈ ഫോണും കാര്യങ്ങളും ഒക്കെ കൊടുക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസ്, ഇപ്പം കൊക്കോമെലൺ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കും. അപ്പോൾ കുട്ടികൾ അത് കണ്ട് അവിടെ അങ്ങിരിക്കും. അപ്പോൾ ഈ പറയുന്ന നമ്മുടെ ഈ സ്ക്രീൻ ടൈം കൂടുമ്പോഴത്തേക്കും ഇത് കുട്ടികളുടെ അറ്റൻഷൻ സ്പാൻ റെഡ്യൂസ് ചെയ്യും. അവർ കുറച്ചും കൂടെ ഭയങ്കര ഇമ്പൾസീവ് ആയിരിക്കും. ഇമ്പൾസിവിറ്റി ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ഇപ്പൊ കുട്ടികൾ ഏറ്റവും കൂടുതൽ റീൽസും ഷോർട്സ് ഒക്കെയാണ് കാണുന്നത്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആയാലും ഇപ്പം ഇങ്ങനെ കണ്ടിന്യൂസ് ഷോർട്സോ റീൽസോ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരുന്നാൽ ഫ്യൂ സെക്കൻഡ്സ് മാത്രമാണ് ഇത് റീൽസ് ഒക്കെ ഉള്ളത്. കൂടിപ്പോയ ഒരു 1 മിനിറ്റ് ഉള്ള വീഡിയോസ്. അപ്പം നമ്മൾ അതായിരിക്കും കാണാനായിട്ട് കൂടുതലും ഇപ്പം നമ്മൾ ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. അല്ലെങ്കിൽ ഒരു 1 hour ഉള്ള വീഡിയോസ് ഒക്കെ കാണാനുള്ള ക്ഷമ കുട്ടികളിലും ഇല്ല, വലിയ ആൾക്കാരിലും ഇല്ല. അപ്പം ഇതൊക്കെ ഈ പറയുന്ന ഈ ഷോർട്ട് വീഡിയോസ്, സ്ക്രീൻ ടൈം, അവർ കാണുന്ന കാര്യങ്ങളെല്ലാം ഈ പറയുന്ന അറ്റൻഷൻ കുറയ്ക്കുന്നുണ്ട്. പിന്നെ കൂടുതലായിട്ടും ഈ ഒരു പിയർ ഗ്രൂപ്പുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ല. പണ്ടൊക്കെ നമ്മൾ പുറത്തൊക്കെ കളിക്കാനൊക്കെ പോകുമായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെ പുറത്തേക്ക് കളിക്കാൻ പോകൽ ഭയങ്കര കുറവാണ്. കാരണം ഇവർ ഫോണിലിരുന്നാണ് എല്ലാ കാര്യങ്ങളും കാണുന്നത്. അവർ ഫോണിലെല്ലാം ആക്സസിബിൾ ആണ്. അവർക്ക് ഗെയിം അവിടെ കളിക്കാം, ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കാം. മറ്റെന്താ പറയുക, കളിക്കാനൊക്കെ പോകുമ്പോൾ ശരീരം ഫിസിക്കൽ ആക്ടിവിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് എനർജിയും കാര്യങ്ങളൊക്കെ അവർക്ക് വരും, കുറച്ച് സ്റ്റാമിനയൊക്കെ വരും. പക്ഷെ ഇപ്പം കുട്ടികൾ അങ്ങനെയൊന്നും പോകുന്നില്ല. ഈ പറയുന്ന ഫോൺ നോക്കി ഇരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ നമ്മൾ ഫോണിൻ്റെ അമിതമായിട്ടുള്ള സ്ക്രീൻ ഉപയോഗം നമ്മുടെ സ്ലീപ്പ് ക്വാളിറ്റീനെ ബാധിക്കുന്നുണ്ട്. ഈ സ്ലീപ്പ് ക്വാളിറ്റീനെ ബാധിക്കുമ്പോൾ തന്നെ അത് നമ്മൾ ഭയങ്കര റെസ്റ്റ്ലെസ് ആകുകയും നമുക്കൊരു ഹൈപ്പർ ആക്ടിവിറ്റി, കാരണം നമ്മൾ അപ്പോഴും ആക്റ്റീവാണ്, നമ്മുടെ ബ്രെയിൻ അപ്പോഴും ആക്റ്റീവാണ്, നമ്മൾ ഉറങ്ങുന്നില്ല. ഇപ്പം രാത്രി 1 മണി 2 മണി വരെയൊക്കെ നമ്മൾ ഫോൺ നോക്കി, അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു 11:45 നമ്മളൊന്ന് ഉറങ്ങാൻ വേണ്ടി നമ്മളിങ്ങനെ ഫോൺ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ശരിക്കും പിന്നെ നമ്മൾ സമയമൊന്നും അറിയില്ല. ഈ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ റീൽസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. കുറേ കഴിയുമ്പോഴതൊക്കെ നമ്മൾ നോക്കുമ്പം സമയം ചിലപ്പോൾ 2 മണിയായിരിക്കും രാത്രിയിൽ. അപ്പം ഇത് നമ്മുടെ സ്ലീപ്പ് ക്വാളിറ്റീനെ ഒക്കെ ബാധിക്കും. പിന്നെ നമ്മൾ ഭയങ്കര റെസ്റ്റ്ലെസ് ആയിരിക്കും, ഇറിറ്റേഷൻ ഉണ്ടാവും, ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. ഇതെല്ലാം ഈ ഇൻക്രീസ് സ്ക്രീൻ ടൈമിൻ്റെ ഇതിൽ നിന്നും ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ മുന്നേ പറഞ്ഞു, ഫിസിക്കൽ ആക്ടിവിറ്റി ഭയങ്കരമായിട്ട് ഇപ്പം കുറയുന്നുണ്ട്. കുട്ടികൾ ഔട്ട്ഡോർ പ്ലേസിൽ ഭയങ്കരമായിട്ട് വളരെ കുറച്ചാണ് എൻഗേജ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കുറേ ഫിസിക്കൽ എക്സസൈസസ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഈ പറയുന്ന എക്സസൈസ് ഒക്കെ നമുക്ക് ഉള്ളൊരു എനർജി ഉണ്ടല്ലോ, ആ എനർജി കുറച്ചൊക്കെ ഒന്ന് എന്താ പറയുക റിലീസ് ചെയ്യാനൊക്കെ സഹായിക്കും. പക്ഷെ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുക, അപ്പോഴും നമുക്ക് ഭയങ്കര നമ്മൾ ആ ഒരു എനർജിയിലാണുള്ളത്.
പിന്നെ ഈ പറയുന്ന നമ്മളിങ്ങനെ ഒരു സെഡൻഡറി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ആയിരിക്കില്ലേ, അപ്പോൾ അത് നമുക്ക് ഈ പറയുന്ന ഫ്രസ്ട്രേഷനും ഹൈപ്പർ ആക്റ്റീവ് ബിഹേവിയർ ഉണ്ടാവാനുള്ളൊരു റീസൺ കൂടിയാണ്. പിന്നെ നമുക്ക് പറയുവാണെങ്കിൽ നമ്മുടെ ഡയറ്റ്, അതുപോലെ തന്നെ ന്യൂട്രീഷൻ. നമ്മളിങ്ങനെ കൂടുതലായിട്ടും ഇപ്പോഴത്തെ കുട്ടികൾ ഈ പ്രോസസ്ഡ് ഫുഡ്സും ഷുഗർ അടങ്ങിയിട്ടുള്ള ചോക്ലേറ്റ്സും ഒക്കെ മധുരം കൂടുതലായിട്ട് കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സ്വീറ്റ്നേഴ്സും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ ഡയറ്റിൽ. അതും ഹൈപ്പർ ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇപ്പം ADHD ഒക്കെ ആയിട്ട് എൻ്റെ അടുത്ത് കുട്ടികൾ വരുമ്പോൾ ഞാൻ പാരൻസിനോട് പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ കുട്ടികൾക്ക് മധുരം കുറച്ച് കൊടുക്കുക എന്നുള്ളത്. അപ്പം മധുരം നമ്മളായാലും കുറച്ച് ഒരു ഒരു ഇച്ചിരി എന്താ പറയുക, നമ്മളൊരു ലോ എനർജി ആയിട്ടിരിക്കുകയാണെങ്കിൽ നമ്മളൊരു ചോക്ലേറ്റോ എന്തെങ്കിലും കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കര എനർജി ആയിരിക്കും. അപ്പോൾ ഈ കുട്ടികൾക്ക് നമ്മൾ ഇങ്ങനത്തെ പ്രോസസ്ഡ് ഫുഡ്സും ഷുഗറും ഒക്കെ നമ്മൾ കൊടുക്കുമ്പം ഈ ഹൈപ്പർ ആക്ടിവിറ്റിയിലേക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുട്ടികളിൽ എസെൻഷ്യൽ ന്യൂട്രിയൻസ് ഒന്നും കുട്ടികളിലില്ല. അപ്പം നമ്മളുടെ പറയുവാണെങ്കിൽ ഇപ്പം omega-3 ഫാറ്റി ആസിഡ്സ്, അതുപോലെ തന്നെ അയൺ, സിങ്ക്, ഇതൊക്കെ കുട്ടികളിൽ ഇപ്പം അതിനൊക്കെ ഡെഫിഷ്യൻസി ഉണ്ട്. ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ എന്താ പറയുക, നമ്മളെ ഭയങ്കര റെസ്റ്റ്ലെസ് ആക്കും. നമുക്ക് അറ്റൻഷൻ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. പിന്നെ മുന്നേ ഞാൻ പറഞ്ഞു, ഈ സ്ലീപ്പിൻ്റെ ഉറക്കക്കുറവ് ഒരു വലിയ പ്രശ്നമാണ്. ഇപ്പം മിക്ക കുട്ടികൾക്കും എന്താ പറയുക, ആഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു സ്ലീപ്പ് കിട്ടുന്നില്ല. അതിനൊരു വലിയ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സ്ക്രീനിൻ്റെ യൂസേജ് ആണ്. അതുപോലെ തന്നെ നമുക്കൊരു ഇറഗുലർ ആയിട്ടുള്ളൊരു സ്ലീപ്പ് സ്കെഡ്യൂളാണുള്ളത്. അതുമല്ല നമുക്ക് ഓവർ സ്റ്റിമുലേഷൻ ആണ് അല്ലേ ആ സമയത്ത്. അപ്പം അതൊരു റീസൺ ആണ്. പിന്നെ നമുക്ക് ഉറക്കമില്ലായ്മ ഉണ്ടെങ്കിൽ, അത് കുട്ടികളുടെ കാര്യം മാത്രമല്ല വലിയ ആൾക്കാരുടെ കാര്യം കൂടിയാണ്. നമുക്ക് ഉറക്കമില്ലായ്മ ഉണ്ടെങ്കിൽ നമുക്ക് കോൺസെൻട്രേഷൻ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഇൻക്രീസ്ഡ് ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും നമ്മൾ. പിന്നെ കുട്ടികളെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ നമുക്ക് പറഞ്ഞ ആക്കഡമിക് പ്രഷറുണ്ട്. അതുപോലെ തന്നെ ഓവർ സ്റ്റിമുലേഷൻ അഗെയിൻ. ഇപ്പം സ്കൂളിൽ നമ്മൾ ഒരുപാട് കുട്ടികൾക്ക് ഒത്തിരി വർക്ക് ലോഡ്സ് ഉണ്ട്, ഒരുപാട് അസൈൻമെൻറ്റ്സ്, പ്രോജക്ട്സ്, സെമിനാർസ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ എപ്പോഴും എന്താ പറയുക, പാരൻ്റൽ പ്രഷറും കൂടെ ഉണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. നിങ്ങൾ ഫസ്റ്റ് ആവണം, നീ ക്ലാസ് ഫസ്റ്റ് ആവണം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രഷറും. അതുപോലെ തന്നെ ഈ പറയുന്ന കുട്ടികൾ ഭയങ്കര എന്താ പറയുക, അവരുടെ ഒരു കുട്ടികളുടെ സ്കെഡ്യൂൾ എടുക്കുകയാണെങ്കിൽ ഭയങ്കര പാക്ഡ് സ്കെഡ്യൂളാണ് കുട്ടികൾക്കുള്ളത്. അപ്പോൾ അത് കുട്ടികൾക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട്. ആ സ്ട്രെസ്സ് അവർക്ക് ഈ പറയുന്ന ഫോക്കസിനൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടി ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം പിന്നെ പറയുവാണെങ്കിൽ ചില ഒരു എന്താ പറയുക, ഇപ്പോൾ ഓവർ സ്റ്റിമുലേഷൻ്റെ കേസ് എടുക്കുവാണെങ്കിൽ ഇപ്പം നമ്മൾ കുട്ടികൾ ഭയങ്കരമായിട്ട് ചില ആൾക്കാർ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് പഠിക്കാനൊക്കെ ആയിട്ട് പോകും. പിന്നെ അവർക്ക് ട്യൂഷനുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അവർക്കൊരു എന്താ പറയുക, ഒരു എന്താ പറയുക, ഒരു കാര്യം ചെയ്യാനായിട്ടൊരു ഒരു ഇന്നബിലിറ്റി കോസ് ചെയ്യും. അല്ലെങ്കിൽ അവർക്ക് ആ ഒരു എന്താ പറയുക, ഒന്ന് ഉറച്ചിരിക്കാനോ അല്ലെങ്കിൽ ഒന്ന് ഫോക്കസ് ചെയ്യാനോ ഒന്നും അവരെ കൊണ്ട് സാധിക്കുന്നില്ല. പിന്നെ മുന്നേ ഇതിനിടയിൽ പറഞ്ഞൊരു കാര്യം തന്നെയാണ് ഈ പാരൻ്റൽ പ്രഷർ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഈ പാരൻസ് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഒരു ലാക്ക് ഓഫ് സ്ട്രക്ചറൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ ഹൈപ്പർ ആക്റ്റീവ് ബിഹേവിയറിലേക്ക് പോകുന്നൊരു കാര്യമാണ്. പിന്നെ നമ്മൾ വീട്ടിൽ ഭയങ്കര സ്ട്രെസ്ഫുൾ എൻവയോൺമെൻ്റ് ആണ്, എപ്പോഴും ഫാമിലിയിൽ ഒരുപാട് ഇഷ്യൂസ്, കോൺഫ്ലിക്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ കുട്ടികൾ ഈ പറയുന്ന വയലൻസ് ഒക്കെയാണ്, അതിലേക്കാണ് എക്സ്പോഷർ എങ്കിൽ ഈ ഹൈപ്പർ ആക്ടിവിറ്റിയിലേക്കൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാം. പിന്നെ നമ്മൾ കുറച്ച് ബയോളജിക്കലി പറയുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് പറയുവാണെങ്കിൽ ഈ പറയുന്ന ന്യൂറോ ഡെവലപ്മെൻറ്റ് ഒരു ഇഷ്യൂ ആണ്. ഇപ്പോൾ നമ്മൾ ADHD നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവാം, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ ആണ്. അപ്പം ഇത് ഇന്ന് ഏറ്റവും കൂടുതൽ കുട്ടികളിൽ ഡയഗ്നോസ് ചെയ്യുന്നൊരു ഫാക്ടറാണ്. അപ്പോൾ അത് ഈ പറയുന്ന ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഇഷ്യൂ കൊണ്ടുണ്ടാവുന്നതാണ്. ഇത് പിന്നെ നമ്മൾ ഭയങ്കര ആങ്ഷ്യസ് ആണെങ്കിൽ ഒക്കെയും ഈ പറയുന്ന ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാക്കാം. നമുക്ക് എന്തെങ്കിലും കൈൻഡ് ഓഫ് ട്രോമ ഉണ്ടെങ്കിലും നമ്മൾ ഭയങ്കര എന്താ പറയുക, ഇങ്ങനെ ഹൈപ്പർ ആക്റ്റീവായിട്ടിരിക്കും. അപ്പോൾ അതൊക്കെ ഒരു റീസണാണ് നമുക്ക് ഈ പറയുന്ന ഇപ്പോൾ ഹൈപ്പർ ആക്ടിവിറ്റി കൂടാനുള്ള കാരണം. പിന്നെ കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ. പിന്നെ ഇപ്പോഴും സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമുക്കറിയാം, അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ അറിയാം എന്താണ് യഥാർത്ഥമായിട്ടുള്ള റീസൺ എന്നുള്ളത്. ഹലോ.
ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല. ഇനി രണ്ടാമത് ചോദിച്ച ചോദ്യം മറ്റേ കുട്ടികളില് എന്തായിരുന്നു? ഞാൻ മറന്നുപോയി ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഹലോ, രണ്ടാമത് ചോദിച്ചത് കുട്ടികളുടെ എന്താ ഈ നമ്മുടെ പഠന രീതിയിൽ പാഠ്യപദ്ധതി. മാറ്റം. യെസ്. ഓക്കെ, അതായത് കുറച്ചും കൂടി എന്താ പറയാ, ടീച്ചേഴ്സ് ഒക്കെ കുറച്ചും കൂടെ കുട്ടികളിൽ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അപ്രോച്ച് കൊണ്ടുവരിക. കാരണം പണ്ടത്തെ രീതി പോലെ ഉള്ള ഒരു ടീച്ചിങ് സ്റ്റൈൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റത്തില്ല. കുട്ടികളുടെ മനസ്സറിഞ്ഞ് പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഓരോ കുട്ടികൾക്കും നമ്മൾ ഈക്വൽ ആയിട്ട് അവരെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഒരു എന്താ പറയുക, ഈ സ്കൂളിൽ നിന്നും ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് കുട്ടികളിൽ ഉണ്ടാവുന്നുണ്ട്. ഇപ്പം ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ കുട്ടികൾ എങ്ങനെയാണ് ടീച്ചേഴ്സ് എന്ന് എനിക്ക് അറിയില്ല. പണ്ടൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് വളരെയധികം ക്ലാസ്സിൽ ഭയങ്കര എൻകറേജ്മെന്റ് ഒക്കെയാണ്. അവരൊരു അപ്പർ ക്ലാസ് പോലെയും പഠിക്കാത്ത കുട്ടികളെ വളരെ എന്താ പറയുക തഴഞ്ഞിട്ടേക്കുന്ന രീതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം എല്ലാ കുട്ടികളെയും ഒരുപോലെ കാണുന്നില്ല. അപ്പം എല്ലാ ആൾക്കാർക്കും ഒരുപോലെ പഠിക്കാൻ കഴിവുണ്ട് എന്നില്ല. നമുക്ക് ക്രേനിയൽ കപ്പാസിറ്റി ഒക്കെ ഈക്വൽ ആണെങ്കിലും പല കുട്ടികൾക്കും അത് ഉപയോഗിക്കാനായിട്ട് ബുദ്ധിമുട്ടുകളുണ്ടാവും. ഓരോ ആൾക്കാരുടെയും IQ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം നമ്മൾ എല്ലാവരും ഒരുപോലെ എല്ലാം പഠിക്കണം എന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റത്തില്ല. അപ്പം കുട്ടികൾക്ക് എന്താണോ അവരുടെ അഭിരുചി എന്നുള്ളത് ടീച്ചേഴ്സ് മനസ്സിലാക്കണം. കുട്ടികൾക്ക് അവരുടെ ആ ഒരു പഠനശേഷി എന്താണെന്നുള്ളത് ടീച്ചേഴ്സ് മനസ്സിലാക്കണം. അതിനനുസരിച്ച് കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ഓരോ കുട്ടികൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓരോ കുട്ടികളും, ഈച്ച് ആൻഡ് എവറി ചൈൽഡ് ഇൻ എ ക്ലാസ് ഇസ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് എ ടീച്ചർ. ഒരു ടീച്ചറിൻ്റെ റെസ്പോൺസിബിലിറ്റി ആണത്, ഓരോ കുട്ടിയും. അപ്പം അത് കാരണം എല്ലാ കുട്ടികളെയും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുക. അവരുടെ പഠന നിലവാരം, എനിക്കൊരു ഒപ്പീനിയൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്കൂളിൽ ഒരു 6 years കഴിയുമ്പോഴത്തേക്കും എല്ലാ സ്കൂളുകളിലും എല്ലാ ക്ലാസ്സസിലും ഒരു IQ അസസ്മെൻ്റ് ഒക്കെ നടത്തുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. കുട്ടികളുടെ ഇൻ്റലിജൻറ്റ് കോഷ്യൻ്റ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനനുസരിച്ച് കുട്ടികളെ നമുക്ക് ട്രെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ചില കുട്ടികൾക്ക് സ്പെഷ്യൽ അറ്റൻഷൻ ഉള്ള കുട്ടികളുണ്ട്. ചില കുട്ടികൾ നമ്മൾ ചിലപ്പം സ്പെഷ്യൽ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കേണ്ടതായിട്ട് ഉണ്ടാവും. അപ്പം അതൊക്കെ ഒരു എന്താ പറയുക, ഒരു നമ്മളൊരു ഒരു ബാഡായിട്ട് കാണാതെ അതിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുക. ഇപ്പം ചില കുട്ടികൾ ഞാൻ IQ അസസ്മെന്റ് നടത്തി എന്ന് പറയാനായിട്ട് കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തോ അവരെ ടീച്ചേഴ്സൊക്കെ എന്താ പറയുക, ഒരു മന്ദബുദ്ധികളായിട്ട് ട്രീറ്റ് ചെയ്യുന്നൊക്കെ കുട്ടികൾക്ക് പേടിയുണ്ട്. അപ്പോൾ ഇതൊക്കെ കുറച്ചൊക്കെ നമ്മൾ നോർമലൈസ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ചില കുട്ടികളിപ്പം എന്തെങ്കിലും അബ്യൂസീവ് ആയിട്ടുള്ള ഇതിൽ കടന്നു പോയിട്ടില്ലെങ്കിൽ പോക്സോ വിക്ടിംസ് ഒക്കെ ഉണ്ടെങ്കിൽ ചില ടീച്ചേഴ്സൊക്കെ വളരെ മോശമായിട്ടുള്ള രീതികളിലാണ് കുട്ടികളോട് സംസാരിക്കുന്നത്. അവരെക്കുറിച്ച് മറ്റ് ടീച്ചേഴ്സിനോട് പറയുക, കുട്ടി ക്ലാസ്സിൽ വന്ന് ഡിസ്കസ് ചെയ്യുക, മറ്റ് പാരൻസിനോട് പറയുക. കുട്ടികൾ ക്ലാസ്സിൽ ഇരിക്കുമ്പം വളരെ മോശമായിട്ടുള്ള രീതികളിൽ ഡബിൾ മീനിങ് ഒക്കെ വെച്ച് കുട്ടികളോട് സംസാരിക്കുക. ഇതൊക്കെ കുട്ടികളിൽ ഒരുപാട് ട്രോമ ഇൻഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം അതൊക്കെ ടീച്ചേഴ്സ് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ആ കുട്ടിക്ക് ഓൾറെഡി ചിലപ്പം ആ കുട്ടി വളരെ ഒരു എന്താ പറയുക, അത്രയും വിഷമ അവസ്ഥയിൽ കൂടി കടന്നു പോയിട്ടുണ്ടാവാം. ഒരു പക്ഷെ അതിനെ വളരെ പ്രിയപ്പെട്ട ആരെങ്കിലും ആയിരിക്കും അതിനെ അബ്യൂസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അതിനെ അറിയാൻ വയ്യാത്തവരായിരിക്കും. അപ്പം എനിവേ ആ കുട്ടി ഒരു ട്രോമയെ കൂടിയാണ് പോകുന്നത്. അപ്പം അത് വീണ്ടും അതിനെ ഇട്ട് കുത്തി നോവിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ ടീച്ചേഴ്സ് തന്നെ ക്ലാസ്സിൽ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെ കളിയാക്കാറുണ്ട്. ഇപ്പം ഒരു എന്താ പറയുക, ഇച്ചിരി കളറിന്റെ പേരിൽ കുട്ടികളെ കളിയാക്കാറുണ്ട്. കണ്ണട വെച്ച് കുട്ടികളെ കളിയാക്കാറുണ്ട്. പിന്നെ ഇപ്പൊ വായിക്കാൻ അറിയാത്ത കുട്ടികളൊക്കെ ഉണ്ടാവാം. അവരെ ക്ലാസ്സിൽ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് ഇങ്ങനെ കുട്ടികൾ വായിക്കുന്നത് തെറ്റുമ്പം അവരെ ആ വാക്കുകൾ കൊണ്ട് കളിയാക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് രീതികൾ ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് അഡ്രസ്സ് ചെയ്ത് കുട്ടികളെ കൂടി കുറച്ച് ഫ്രണ്ട്ലി ആയിട്ട്, എന്താ പറയുക, ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ടീച്ചിങ് സ്കൂളിൽ ഇമ്പാർട്ട് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ പാഠ്യപദ്ധതിയിൽ, നമ്മുടെ ബുക്സിലൊക്കെ ആ ഒരു രീതിയിൽ ഇപ്പം
ഒരു ഇക്വാലിറ്റി പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ ഉള്ള കണ്ടന്റ്സ്, ചാപ്റ്റേഴ്സ് കൊണ്ടുവരിക. അതുപോലെ തന്നെ ഈ പറയുന്ന സെക്ഷുവാലിറ്റി, സെക്സ് എഡ്യൂക്കേഷൻ, ഇതൊക്കെ കുട്ടികളെ പഠിപ്പിക്കുക. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം ബൗണ്ടറി സെറ്റിങ്ങിനെ കുറിച്ച് പഠിപ്പിക്കുക. അതുപോലെ ഈ പറയുന്ന കുറച്ചും കൂടി ഈ പറയുന്ന മെൻ്റൽ ഹെൽത്ത് അവെയർനെസ് ഉള്ള കുറേ കാര്യങ്ങൾ കുട്ടികളെ പാഠ്യപദ്ധതികളിൽ വെക്കുക. അതുപോലെ ഫിസിക്കൽ എഡ്യൂക്കേഷന് കുറച്ചും കൂടി പ്രാധാന്യം കൊടുക്കുക. ഞാൻ മുന്നേ പറഞ്ഞു, ഇപ്പോൾ കുട്ടികളാരും ഈ പറയുന്ന ഔട്ട്ഡോർ ആയിട്ടുള്ള ആക്ടിവിറ്റീസിലേക്ക് ഇൻവോൾവ് ചെയ്യുന്നില്ല. അപ്പോൾ അത് കാരണം അത്രയും ആ ഒരു എനർജി അവരിൽ തന്നെ അങ്ങ് നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ കുറച്ച് റിലീസ് ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ കുറച്ചും കൂടി ആർട്ട് ബേസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊണ്ടുവരാം. എനിക്ക് തോന്നുന്നു ഈ ആർട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് അത് ശരിക്കും ആ കുട്ടികളുടെ ക്രിയേറ്റീവ് സൈഡും കൂടെയാണ് അത് എൻകറേജ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഈ പറയുന്ന ആങ്സൈറ്റിയും ടെൻഷനും അഗ്രഷനൊക്കെ കുട്ടികളിൽ നമുക്ക് റിലീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ പാരൻസ് കുട്ടികളിലേക്ക് ഓവറായിട്ട് പ്രഷർ കൊടുക്കാതിരിക്കുക. നമ്മുടെ കുട്ടിയുടെ കഴിവ് എന്താണെന്ന് പാരൻസ് മനസ്സിലാക്കി ആ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. എൻ്റെ അപ്പുറത്തെ വീട്ടിലെ കുട്ടി നന്നായിട്ട് പഠിക്കും, നീയും നന്നായിട്ട് പഠിക്കണം, ആ ഒരു രീതി പാരൻസ് എന്താ പറയുക അവലംബിക്കാതിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? മനസ്സിലായോ ഞാൻ പറഞ്ഞത്? നെക്സ്റ്റ് ചോദ്യം എന്തായിരുന്നു? ഇല്ല, ഓക്കെ ആണ്. ഓക്കെ ഓക്കെ. താങ്ക് യു മാം. ശ്രദ്ധയോടെ കേൾക്കുന്ന മാതാപിതാക്കൾ കുട്ടിയുടെ മനസ്സിന്റെ വാതായനം തുറക്കുന്നു. കുട്ടികളെ കേൾക്കുക, അവർ പറയുന്ന വാക്കുകൾക്കപ്പുറവും മനസ്സിലാക്കാൻ ശ്രമിക്കുക. കേൾക്കൽ ഒരു കഴിവ് മാത്രമല്ല, അത് ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിക്കാനാകുന്ന ശക്തിയുമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. അതോടൊപ്പം നന്ദി പറയുവാനായി അഷ്റഫ് സാറിനെ ക്ഷണിക്കുന്നു. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം സാർ. ഏതായാലും നല്ലൊരു ചർച്ച നമ്മുടെ ഇവിടെ ഈ ഇത് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. കുറേ ചോദ്യങ്ങളും വന്നു. പുതിയ കാലഘട്ടത്തിൻ്റെ പറഞ്ഞോടെ തന്നെ ഒരു കുട്ടി ജനിച്ചു വീഴുമ്പോൾ ഒരു കുട്ടി മാത്രമല്ല ജനിക്കുന്നത്, അച്ഛനും അമ്മയും ജനിച്ചു വീഴുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പുതിയ കാലഘട്ടത്തിൽ കുറേ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ രക്ഷകർത്താക്കൾ തയ്യാറാണെന്നുള്ള നമ്മുടെ ഡിസ്കഷനിൽ വന്നിരിക്കുന്നു. പിന്നെ അതിൻ്റെ കൂടെ എനിക്ക് ചേർത്ത് പറയാനുള്ള കാരണം രക്ഷിതാക്കളുടെ ഒരു പ്രശ്നം വെച്ചാൽ നമ്മൾ പഴയ തലമുറയിൽപ്പെട്ട ആളുകളാണ്, അല്ലെങ്കിൽ ചെറിയ വ്യത്യാസങ്ങളുള്ള ആളുകളാണ്. ഈ മക്കളുടെ പുത്തൻ രീതിയിൽ സന്തോഷം കണ്ടെത്താൻ, അവരുടെ ചില കാര്യങ്ങളിൽ ആ വ്യത്യസ്തതയും ഉൾക്കൊള്ളാനും ഈ പുതിയ തലമുറ കഴിഞ്ഞെങ്കിൽ മാത്രമേ അവരെ മാനസികമായി നമുക്ക് അടുപ്പിക്കാൻ കഴിയുള്ളൂ. കാരണം അവരുടെ മനസ്സിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്നെങ്കിൽ മാത്രമേ അവരുടെ മനസ്സിനെയും അവരുടെ പ്രവൃത്തിയെ നിയന്ത്രിക്കാൻ കഴിയുള്ളൂ. ഇന്ന് നടക്കുന്ന കുറേ സംഭവങ്ങളുണ്ട്. ഇന്ന് കുടുംബം ഭരിക്കുന്നത് ചെറിയ കുട്ടികളാണ്. കുട്ടികളുടെ ഇഷ്ടം നോക്കിയാണ് രക്ഷകർത്താക്കൾ തീരുമാനങ്ങൾ എടുക്കുന്നത്. പലപ്പോഴും പല കുടുംബങ്ങളിലും കണ്ടുവരുന്ന വിഷയം അതാണ്. അവരുടെ സുഖത്തിന് വേണ്ടി, അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് പലപ്പോഴും രക്ഷകർത്താക്കൾ തീരുമാനം എടുക്കുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട്. കുട്ടികളുടെ ജീവിതത്തിൽ 3 ലക്ഷ്യങ്ങൾ വെച്ചാൽ, ഒന്ന് സുഖവും, മറ്റൊന്ന് സമ്പാദ്യവും, മൂന്നാമത്തെ സ്റ്റാറ്റസുമാണ്. അങ്ങനെ 3 രീതിയിലാണ് ഇന്നത്തെ കുട്ടികളുടെ ജീവിത രീതി പോയിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്ക് വേണ്ടി സമയം ചെലവഴിക്കാൻ ഇന്ന് രക്ഷകർത്ത സമൂഹത്തിന് കഴിയുന്നുണ്ട്. പൈസ ചെലവഴിക്കുന്നുണ്ട്, പക്ഷെ സമയം ഇന്ന് പലപ്പോഴും നമ്മുടെ PTA കമ്മിറ്റികളിലൊക്കെ പോയി കഴിഞ്ഞാൽ രക്ഷകർത്താക്കളുടെ പാർട്ടിസിപ്പേഷൻ കുറയുന്നു. അതിൽ കൂടുതലും സ്ത്രീകളായിരിക്കും, പുരുഷന്മാർ വളരെ കുറവായിരിക്കും. അപ്പോൾ അവരുടെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയാതെ വരുന്നുണ്ട്. നമുക്ക് കുട്ടികളുടെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം. പുതിയ കുട്ടികളെ ഇന്നത്തെ തലമുറയ്ക്ക് സ്നേഹത്തിൻ്റെ മഹാത്മ്യം പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ പെരുമാറ്റത്തിൻ്റെ രീതിയിൽ അവർ പുറകെ പോകുന്നുണ്ട്, അവരെ കണ്ടെത്തണം, അവർക്കത് പറഞ്ഞ് മനസ്സിലാക്കണം. ഇന്നത്തെ ഒരു വലിയ പോരായ്മ എന്ന് പറയുന്നത് പൊരുത്തപ്പെടാനുള്ള കഴിവ് പുതിയ തലമുറക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഓർമ്മ വരുന്നത് കടമ്മനിട്ടയുടെ ഒരു കവിതയുടെ വരികളാണ്. കടമ്മനിട്ട കോഴിക്കുഞ്ഞുങ്ങളെ ോട് പറയുന്ന ഒരു വരികളുണ്ട്. ആ കവിത ഇങ്ങനെയാണ്: എന്നും എൻ്റെ ചിറകിൻ്റെ കീഴിൽ
നിന്നു നിന്റെ വയറ് നിറയ്ക്കാം എന്ന് തോന്നുന്ന തോന്നല് വേണ്ട. നിന്റെ ജീവിതം നിൻകാര്യം മാത്രം. നാളെ നിന്നെ കുത്തി മാറ്റുമ്പോൾ നാളകൾ നിങ്ങളെ മാടി വിളിക്കും. ഈ സമൂഹത്തിന്റെ ആ കവിതയിലൂടെ പറയുന്നത് പുതിയ തലമുറ ഈ സമൂഹത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കണം, അതിന് പര്യാപ്തമാകണം എന്നുള്ളതാണ് ആ കവിതയുടെ കടമേറ്റ സ്വന്തം കോഴിക്കുഞ്ഞുങ്ങളോട് പറയുന്നതാണ്. നാളെ നിന്നെ കുത്തിമാറ്റുമ്പോൾ നാളകൾ നിങ്ങളെ മാടി വിളിക്കും. അങ്ങനെ ഈ കുട്ടികളെ നാളത്തെ ദിവസങ്ങൾ മാടി വിളിക്കുന്നുണ്ട്. അത് അവരുടെ ശ്രദ്ധപ്പെടുത്താൻ പുതിയ രക്ഷാകർത്തൃ സമൂഹത്തിന് കഴിയാതെ പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതിൽ 9 മണിയായി, അപ്പൊ കൺക്ലൂഡ് ചെയ്യാൻ പറഞ്ഞേ. അപ്പോ ഞാൻ എന്നെ ഏൽപ്പിച്ച എന്റെ കടമയിലേക്ക് കടക്കാം. ഈ ലോക സാമൂഹിക ദിനത്തോടനുബന്ധിച്ച് നാം നമ്മുടെ കുട്ടികളെ വേണ്ടത്ര ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ വിഷയം. 2ാം ദിവസത്തെ ഈ ചർച്ച വിജയകരമായ പങ്കു വഹിച്ചിട്ടുണ്ട്. പുതിയ ദിശയിലേക്ക് അവർ തിരിച്ചുവിടാനും ഈ പരിപാടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ പരിപാടിക്ക് നേതൃത്വം നൽകിയ ഷൈമ ഷാജി, ക്ലിനിക്കൽ സൈക്കാട്രിസ്റ്റ്, ഡോക്ടർ ജോർജ്, ഇസ ഫാത്തിമ എന്നിവരെല്ലാം വിലപ്പെട്ട സംഭാവനകൾ രംഗത്ത് നൽകിയിട്ടുണ്ട്. ഇത്തരം ചർച്ചകൾ സമൂഹത്തിൽ ആവശ്യമാണെന്നും ഇത്തരം ചർച്ചയിലൂടെ നമുക്ക് സാമൂഹ്യ ബോധവൽക്കരണത്തിലേക്കും ഈ സൊസൈറ്റിയെ കുറെ കൂടി പാരന്റിങ്ങിന്റെ റെസ്പോൺസിബിലിറ്റി മനസ്സിലാക്കി കൊടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഇതിനുവേണ്ടി മുൻകൈയെടുത്ത സ്മാർട്ട് ഇന്ത്യ ഫൗണ്ടേഷനും കാതരൻ മേഡത്തിനും അതുപോലെ തന്നെ MSWയുടെ പഠിതാക്കൾക്കും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ചുരുക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നമ്മുടെ പ്രോഗ്രാം അവതരിപ്പിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങളും ആശംസകളും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ചുരുക്കുന്നു. ഓക്കെ, താങ്ക് യു. Thank you all. Thank you so much. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you. Thank you all. Thank you.